ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സെഷനാണ്. ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് രണ്ടാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റി. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിന് ശേഷം ആ ഏരിയയുമായി ബന്ധപ്പെട്ട്, അതായത് ഫങ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഫങ്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ പ്ലാനിങ് എടുത്തു കഴിഞ്ഞാൽ you must know about what is MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയണം. അതേപോലെ അതിനുശേഷം ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതിനെപ്പറ്റി അറിയണം. ലൈക്ക്വൈസ് അങ്ങനെ ഓരോ അഡീഷണൽ ആസ്പെക്ട്സ് ഉണ്ട്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ഏരിയാസ് ആസ് വെൽ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം there. So the first topic is relating to MBO, management by objective. Maybe familiar about this term. എന്താണെന്ന് അറിയാമായിരിക്കും. ഓക്കെ, MBO എന്ന് പറയുന്ന മാനേജ്മെന്റ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: പാർട്ടിസിപ്പേഷൻ. മീൻസ് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. ഈ ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ആക്ച്വലി MBO എന്ന് പറയുന്നത്. ആക്ച്വലി യു നീഡ് ടു നോ സംതിങ് അബൌട്ട് ദിസ്. ആക്ച്വലി 1926 മേരി പാർക്കർ ഫോളറ്റ് എഴുതിയ ഒരു എസ്സേ, ആ എസ്സേയിലാണ് ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി മെൻഷൻ ഉള്ളത്. ലെറ്റ് മി റിപ്പീറ്റ്. 1926 മേരി പാർക്കർ ഫോളറ്റ്, ഷീ ഈസ് പോപ്പുലർലി നോൺ ആസ് ദി മദർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഓർ മാനേജ്മെന്റ് സയൻസ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കാണ് അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എസ്സേസ് എന്ന് പറയുന്നത്. 1926 പബ്ലിഷ് ചെയ്ത ഈ ഒരു ഡോക്യുമെന്റിൽ ഒരു ഡിഫറെൻ്റ് ആയ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്റ്റൈലിനെ പറ്റി ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റൈലാണ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് പാർട്ടിസിപ്പേഷൻ? പാർട്ടിസിപ്പേഷൻ മീൻസ് എംപ്ലോയീസ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെന്റിന്റെ ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ആക്ച്വലി ഈ പറയുന്ന 1926 തന്നെ മേരി പാർക്കർ ഫോളറ്റ് മുന്നോട്ട് വച്ചത്. പിന്നീട് ഇതൊരു ആക്ച്വലി ഒരു വേഗ് ടേം മാത്രമായിട്ടാണ് ഇനീഷ്യലി വന്നത്. അതായത് എംപ്ലോയീസിനെ കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ, അതായത് അവരുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ്മെന്റിന് പെരുമാറാൻ സാധിക്കും എന്നുള്ളൊരു വേഗ് തിങ് മാത്രമാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പിന്നീട് 1954 ആവുമ്പോൾ 1954 ഒരു ഫേമസ് ബുക്ക്, മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു ഫേമസ് ബുക്ക് പുറത്തിറങ്ങിയിരുന്നു. ആ ബുക്കാണ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ് ബൈ പീറ്റർ ഡ്രക്കർ. ഓക്കെ, പീറ്റർ ഡ്രക്കറിന്റെ പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റിലാണ് ആദ്യമായിട്ട് ഒരു പുതിയ ടേം. ആ ടേമിന്റെ പേര് MBO എന്നാണ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ആക്ച്വലി ദിസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ടേം തന്നെ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിൽ നിന്നും അദ്ദേഹം കടം കൊണ്ടതാണ്. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് അദ്ദേഹം കൊടുത്ത ഒരു പേരാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. സോ പീറ്റർ ഡ്രക്കർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, ഈവൻ ദോ പാർട്ടിസിപ്പേഷനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് 1926 തന്നെ മേരി പാർക്കർ ഫോളറ്റിന്റെ ബുക്കിലാണ്. ഓക്കെ, സോ എനിവേ ഈ കൺസെപ്റ്റ് ഇവോൾവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി HP എക്സ്പീരിയൻസ് ഓർത്താൽ മതി. HP കമ്പനി, അതേപോലെ സെറോക്സ് കമ്പനി, ഇവരെല്ലാവരും അവരുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിനുള്ള പ്രധാന കാരണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറയുന്ന MBO സ്ട്രാറ്റജിയാണ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എംപ്ലോയീസിന് കൂടി കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നു. അതുവഴി അവരുടെ ഭാഗത്തു നിന്നുള്ള ഇന്നവേറ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള ഐഡിയാസ് മുന്നോട്ട് വരികയും ഈ ഐഡിയാസ് മൂലമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് എന്നാണ് സെറോക്സ് കമ്പനി ആയാലും HP കമ്പനി ആയാലും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. എന്താണ് MBO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MBO മീൻസ് എംപ്ലോയീസ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ആക്ച്വലി MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ യു നീഡ് ടു നോ ദാറ്റ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ ടെക്നിക്കാണ്, ഒരു സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ് ആണ്, ആൻഡ് ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് മാനേജ്മെന്റ്. ഇതൊരു കൺട്രോൾ ടെക്നിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് എംപ്ലോയീസിനെ കൊണ്ടാണ് അവരുടെ ഡിസിഷൻസ് എടുപ്പിക്കുന്നത്. അതുവഴി
അവരായിട്ട് എടുത്ത തീരുമാനങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും 100% എഫേർട്ട് ഉണ്ടാവും. സോ ഇൻഡയറക്ട്ലി ഇതൊരു കൺട്രോൾ ടെക്നിക് ആയിട്ട് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊരു ഫിലോസഫി ആവുന്നത് മാനേജ്മെന്റ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ ആസ് വി സെഡ് ഇറ്റ് ഈസ് എ മാനേജ്മെന്റ് സ്റ്റൈൽ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. A concept of human behavior and human motivation, and that it applies to managers at all levels, in all functional areas, and to any kind of or any size of organization. നമുക്ക് ഈ പറയുന്ന സ്ട്രാറ്റജി, നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി എന്താ ആക്ച്വലി എംപ്ലോയീസിനെ കൂടി ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കെടുപ്പിക്കുക. സോ ദാറ്റ് അവർ ചെയ്യുന്ന വർക്കിനകത്ത് അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടി ഉണ്ടെങ്കിൽ 100% എഫേർട്ട് നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കും. ഈ എഫേർട്ട് വെച്ചിട്ട് വി വിൽ ബി ഏബിൾ ടു അച്ചീവ് അവർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആക്ച്വലി MBO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൺസെപ്റ്റ് കൊണ്ട് ഈ ഹ്യൂമൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക, അതേപോലെ ഹ്യൂമൻ മോട്ടിവേഷനെ സപ്പോർട്ട് ചെയ്യുക, ദെൻ മാനേജ്മെന്റ് എല്ലാ ലെവലിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന, അതേപോലെ എല്ലാ ഫങ്ഷണൽ ഏരിയയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് സ്റ്റൈലാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ്. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ പറയുന്നത് എ പ്രോസസ് വെയർ ബൈ ദി സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് മാനേജേഴ്സ് ഓഫ് ദി എന്റർപ്രൈസ്. സോ ദി കൺസെപ്റ്റ് ഇവിടെയുണ്ട്. സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് മാനേജേഴ്സ് ഓഫ് ദി എന്റർപ്രൈസ് jointly identify its common goals, define each individual's major areas of responsibility in terms of results expected of them, and use these measures as guide for operating the unit and assessing the contribution of each of its members. So this is a definition. Definition നമുക്ക് പല പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ആ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി തന്നെ ആദ്യമായിട്ട് ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് മാനേജേഴ്സ് ഓഫ് ആൻ എന്റർപ്രൈസ് ജോയിൻലി ഐഡന്റിഫൈ ദി കോമൺ ഗോൾസ്. കമ്പനിയുടെ കോമൺ ഗോൾസ് എന്താണെന്നുള്ളത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വലിൻ്റെയും, കമ്പനിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഏരിയാസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ വെറുതെ ഡിഫൈൻ ചെയ്യുകയല്ല, അവരുടെ കയ്യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിന്റെ ബേസ് ചെയ്തിൽ, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണോ ആ റിസൾട്ട് വെച്ചുകൊണ്ട് അവരുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ക്ലിയർ കട്ടായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, ദെൻ ആൻഡ് യൂസ് ദിസ് മെഷേഴ്സ് ആസ് ഗൈഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദി യൂണിറ്റ്. സോ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചു? ആദ്യമായിട്ട് കമ്പനിയുടെ ഗോൾ സെറ്റ് ചെയ്യുന്നു, കമ്പനിയുടെ ഗോൾസ് സെറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ കമ്പനിയിൽ വരുന്ന ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും റോൾ എന്താണ്, അവരെ പറ്റി കമ്പനി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് അവരായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഗോൾസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇൻഡിവിജ്വലിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അവരുടെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതുവഴി ഒരു കൺട്രോൾ ടെക്നിക്, ബിക്കോസ് ഗോൾസ് സെറ്റ് ചെയ്യുന്ന പർപ്പസിൽ തന്നെ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളിൽ നിന്നും ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മാനേജേഴ്സ് എംപ്ലോയീസിനോട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് അവരുടെ ഒപ്പീനിയൻ കേട്ടുകൊണ്ടായിരിക്കും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. അവരുടെ ഒപ്പീനിയൻ കേൾക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളായിട്ട് സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി 100% എഫർട്ട് കൊടുക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവും. യു വിൽ ബി മോട്ടിവേറ്റഡ് ടു വർക്ക് മോർ. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ MBO ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ ആൻഡ് യൂസ് ദീസ് മെഷേഴ്സ് ആസ് ഗൈഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദി യൂണിറ്റ് ആൻഡ് അസസിംഗ് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി മെമ്പർ. എല്ലാ മെമ്പേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ അസസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ കമ്പനിയുടെ യൂണിറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ കൺസെപ്റ്റ് ക്ലിയർ ആണോ? 2-3 പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് മാനേജേഴ്സ് ജോയിൻലി ഡിസൈഡ് കോമൺ ഗോൾസ്. രണ്ടാമതായിട്ട് ഡിഫൈൻ ഈച്ച് ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിലിറ്റി. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും മേജർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, സോ അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവരെ കൂടി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അടുത്തതായി
ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് കമ്പനിയെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ട് ഇത് ആക്ട് ചെയ്യും. അതേപോലെ എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും കോൺട്രിബ്യൂഷൻ അസസ് ചെയ്യാൻ പെർഫോമൻസ് അപ്രൈസലിനും ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. സോ ദാറ്റ് ഈസ് MBO. ക്ലിയർ ആണോ? ഓക്കെ. സോ ദർ ആർ മെനി ഡെഫിനിഷൻസ്. എന്തായാലും കൺസെപ്റ്റ് ഞാൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. വൈ MBO ഈസ് റിക്വയർഡ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് MBO? MBO എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് പർപ്പസ് എന്താണ്? ഒന്ന്, ട്രാൻസ്ലേറ്റ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ഓപ്പറേഷണൽ ടേംസ്. കമ്പനിയുടെ ബേസിക് എയിമിനെ നമ്മൾ ആ ഡെഫിനിഷൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഡെഫിനിഷൻ തന്നെ പറയുന്നത്, ഡിഫൈൻ ഈച്ച് ഇൻഡിവിജ്വൽസ് മേജർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇൻ ടേംസ് ഓഫ് റിസൾട്ട് എക്സ്പെക്റ്റഡ് ഓഫ് ദം. നമ്മൾ കമ്പനിയുടെ ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും മേജർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി അവരിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾ വെച്ചുകൊണ്ട്, അവരിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് വെച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നു. സോ ദാറ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റും അതേപോലെ ഓർഗനൈസേഷൻ ആസ് എ വോളും കണക്ട് ചെയ്യുകയാണ്. ഓർഗനൈസേഷൻ്റെ ബേസിക് ഗോളും ഇൻഡിവിജ്വൽസിൻ്റെ ബേസിക് എയിമും ഒരേ രീതിയിലാക്കാനും അതേപോലെ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റീവിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാനും ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. ഓക്കെ. സോ പറയുന്നത്, ടു ട്രാൻസ്ലേറ്റ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ഓപ്പറേഷണൽ ടേംസ്. നമ്മുടെ കമ്പനിയുടെ ബേസിക് എയിമിനെ ഓപ്പറേഷനാക്കി മാറ്റുക, വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റുക എന്ന് പറയുന്നതിന് വേണ്ടിയാണ് MBO യൂസ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ടു ഗീവ് ഡയറക്ഷൻ ആൻഡ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദി മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. പെർഫോം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നു. ബിക്കോസ് ജൂനിയേഴ്സ്, എംപ്ലോയീസും അവരുടെ സീനിയേഴ്സും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ക്ലിയർ സെറ്റ് ഓഫ് ഡയറക്ഷൻസ് ക്യാൻ ബി ക്രിയേറ്റഡ്. അതേപോലെ തന്നെ ദർ വിൽ ബി സ്റ്റാൻഡേർഡ്സ്. ബിക്കോസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് ഇന്നതാണ്, അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ക്ലിയർ ആയിട്ടുള്ള സെറ്റ് ഓഫ് ഡയറക്ഷൻസും അതേപോലെ സ്റ്റാൻഡേർഡ്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട്, ടു സെറ്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ്. സോ MBO ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ടേം പർപ്പസിനാണ്. ആൻഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് MBO ഒരു ലോങ് ടേം സ്ട്രക്ചറും പോസിബിൾ ആണ്. ഓക്കെ. കൂടുതൽ ആപ്റ്റ് ആയിരിക്കുന്നത് എപ്പോഴും ഷോർട്ട് ടൈം പർപ്പസിന് വേണ്ടിയാണ്. ബിക്കോസ് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ് നോർമലി. ഓക്കെ. സോ പർപ്പസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ഫസ്റ്റ് വൺ, ടു ട്രാൻസ്ലേറ്റ് മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ഓപ്പറേഷണൽ ടേംസ്. മിഷൻ സ്റ്റേറ്റ്മെന്റിനെ ഓപ്പറേഷൻ ടേംസിലേക്ക് മാറ്റുക, കമ്പനിയുടെ ബേസിക് എയിമിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട്, ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, ക്ലിയർ കട്ട് സ്റ്റാൻഡേർഡ്സും ഡയറക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ഫൈനലി, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാൻ MBO ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ബേസിക് ടെനറ്റ്സ് ഓഫ് MBO എന്ന് പറയുമ്പോൾ റിസൾട്ട് ഓറിയന്റേഷൻ. ബിക്കോസ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദം എന്ന് പറയുന്നതിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അനുസരിച്ചുകൊണ്ടാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. സോ MBO is result oriented. That's why it is also called management by result. Okay. Management by objectives എന്ന് പറയും, അതേപോലെ management by results എന്നും പറയും. Both are same. Then concept of human behavior and motivation or aims at achieving the laid down objectives. So human behavior മോട്ടിവേഷനും ഇംപ്രൂവ് ചെയ്യുക, അതിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും MBOയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് ദി ലെയ്ഡ് ഡൗൺ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും അതേപോലെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണ്. സോ ഇസ് ഇറ്റ് ക്ലിയർ? MBO എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആണോ? MBO കൺസെപ്റ്റ്. ഓക്കെ. സോ MBOയുടെ കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സും കൂടി മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ. അത്രയും മാത്രമാണ് MBOയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രോസസ്സ് എങ്ങനെയാണ് കമ്പനിയിൽ MBO വർക്ക് ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഓർഗനൈസേഷണൽ ഗോൾസ് സെറ്റ് ചെയ്യുക. ഈ ഫേസിൽ പാർട്ടിസിപ്പേഷൻ വരില്ല. ഓക്കെ.
കമ്പനിയുടെ ബേസിക് ലെവൽ ഗോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കില്ല. അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ നോ പാർട്ടിസിപ്പേഷൻ ആണ്. ഓക്കെ, ദെൻ കാസ്കേഡ് ഒബ്ജക്റ്റീവ്സ് ടു എംപ്ലോയീസ്. ഇവിടെ നമ്മൾ കമ്പനിയുടെ ബേസിക് ലെവൽ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ്, ഈ പറയുന്ന കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തുകൊണ്ട് എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ആ പ്രോസസ്സിനാണ് ആക്ച്വലി എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷൻ വരുന്നത്. കമ്പനിയുടെ ബേസിക് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് തന്നെയായിരിക്കും. എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതാണ് MBO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ഗോൾസ് ആണ്, ഓർഗനൈസേഷണൽ ഗോൾസ് അല്ല. കമ്പനിയുടെ എംപ്ലോയീസ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ടാർഗറ്റ് എന്താണ് എന്ന് അവരിൽ നിന്ന് തന്നെ അറിയുക, അതുവഴി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. ഇതാണ് MBOയുടെ പ്രോസസ്. ദെൻ ആഫ്റ്റർ ക്രിയേറ്റിംഗ് എ ടാർഗറ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മോണിറ്റർ. ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മോണിറ്റർ ചെയ്യുക, പ്രോഗ്രസ് എങ്ങനെയുണ്ട്, അവർ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുക. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ആൻഡ് റിവാർഡ് പെർഫോമൻസ്. ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുക, ബെറ്റർ പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് റിവാർഡ്, ദാറ്റ് മേ ബി ഇൻ ടേംസ് ഓഫ് മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആയിട്ട് അവർക്ക് റിവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫൈനലി റിപ്പീറ്റ് സൈക്കിൾ. സോ പറഞ്ഞ പ്രോസസ്സ് ആലോചിക്കുക. ഫസ്റ്റ് ഓർഗനൈസേഷൻ്റെ ബേസിക് ഗോൾ സെറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഡൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ദെൻസെൽഫ്. അതിനുശേഷം ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ, അതായത് കമ്പനിയിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ടാർഗറ്റ് എന്താണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ റിവാർഡ്സ്, ബേസ്ഡ് ഓൺ ടാർഗറ്റ്സ് ദേ ആർ എക്സ്പെക്റ്റഡ് ടു അച്ചീവ്. അവരിൽ നിന്ന് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോസസ്സിൽ എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ വീണ്ടും നമ്മൾ ഗോൾ സെറ്റിംഗ് പ്രോസസ്സിലേക്ക് വേണ്ടി അവരെ എൻകറേജ് ചെയ്യിപ്പിക്കും. ആൻഡ് there will be a frequent monitoring process, and after that evaluation will be conducted. Then rewards will be provided, and finally we'll repeat the cycle. Okay, ഇതാണ് MBOയുടെ പ്രോസസ്. Any doubts? That's all about MBO. ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സംസാരിച്ചത് MBOയെ പറ്റിയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? MBO എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഓർക്കേണ്ടത്, ആദ്യമായിട്ട് പീറ്റർ ഡ്രക്കറുടെ പേര് ഓർക്കുക. അദ്ദേഹത്തിന്റെ ബുക്കാണ് പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റ്. ഈ പ്രാക്ടീസസ് ഓഫ് മാനേജ്മെന്റിലാണ് MBO എന്ന് പറയുന്ന MBO എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് വരുന്നത്. അതിനു മുമ്പ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിനെ പറ്റി ഓൾറെഡി 1926 തന്നെ പേരി പാർക്കർ ഫോളറ്റ് ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. സോ അതിൽ നിന്നും എമർജ് ചെയ്തതാണ് ഈ കൺസെപ്റ്റ്. പിന്നീട് MBO ആയിട്ട് മാറ്റുന്നത് പീറ്റർ ഡ്രക്കറാണ്. ദാറ്റ്സ് വൈ ഹിസ് നോൺ ആസ് ദി ഫാദർ ഓഫ് MBO ഓർ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ദെൻ അതിനുശേഷം ഒരുപാട് കമ്പനികൾ MBO എന്ന് പറയുന്ന പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം ഉദ്ദേശിക്കുന്നത് പാർട്ടിസിപ്പേഷൻ, എംപ്ലോയീസ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ്. ഓക്കെ, എനി ഡൗട്ട്സ്? എവരിവൺ? ആർക്കുമില്ല? ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓർഗനൈസേഷൻ, നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ് ഓർഗനൈസിങ് കൺസെപ്റ്റിനെ പറ്റി. ഓർഗനൈസിങ് എന്ന് പറയുന്നത് അറേഞ്ചിങ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ റിസോഴ്സ് ഇതിലെല്ലാം അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. വേറസ് ഇത് അറേഞ്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഈസ് കോൾഡ് ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗനൈസിങ് മീൻസ് ദി പ്രോസസ് ഫോർ അച്ചീവിങ് സംതിങ്. ദാറ്റ് മീൻസ് പ്രോസസ് ഓഫ് അറേഞ്ചിങ്, whereas organization is the result. Okay, then organization is refers to a social group designed to achieve certain goals. ഒരു പ്രത്യേക ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഷ്യൽ ഗ്രൂപ്പിംഗ് ആണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ വർക്കിംഗ് ഫോർ സം ഡിസൈർഡ് റിസൾട്ട്. മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ചില റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ആയിരിക്കും. ആ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സ്ട്രക്ചറിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ refers to an institution and it also refers to a function of management.
അതായത് ഫംഗ്ഷൻ ആവുന്നത് ആക്ച്വലി ഓർഗനൈസിങ് എന്ന് പറയുമ്പോഴാണ്. വേറസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ റിസൾട്ട് ആണ്. ഓക്കെ, ആ ഫംഗ്ഷൻ റണ്ണിങ്ങിലാണെങ്കിൽ നമ്മൾ അതിനെ ഓർഗനൈസേഷൻ എന്ന് പറയും. ദെൻ ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ബേസിക്കലി അറിഞ്ഞിരിക്കുക ഓർഗനൈസിങ്ങും ഓർഗനൈസേഷനും തമ്മിൽ. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റഡ് സംതിങ് ആണ്. ദാറ്റ് മീൻസ് വി ക്രിയേറ്റഡ് ഇറ്റ്. ഓക്കെ, ഒരു സ്ട്രക്ചർ. വേറസ് ഓർഗനൈസിങ് ഇസ് എ പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ് സംതിങ്. ആ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് ദർ ആർ മെനി ആക്ടിവിറ്റീസ്, 4 ബേസിക് ആക്ടിവിറ്റീസ്. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ് ഓർഗനൈസിങ് പ്രോസസ്. എനിവേ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ഡിറ്റർമിൻ ആൻഡ് ഗ്രൂപ്പിംഗ് പ്ലസ് സ്ട്രക്ചറിങ് ഓഫ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ്, എന്തൊക്കെ വർക്കാണ് ഓർഗനൈസേഷനിലുള്ളത്? ഓക്കെ, കമ്പനിയിൽ എന്തൊക്കെ വർക്കുകളാണുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, സോ ടോട്ടൽ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ഈ ഓരോ പ്രോസസ്സുകളെയും പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് നമ്മൾ പറയും. പല ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യം ഐഡന്റിഫൈ, കമ്പനിയിൽ വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത ആക്ടിവിറ്റീസിനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട്, അതായത് സിമിലർ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ്സ് ടു ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രക്ചറിങ്. ആക്ടിവിറ്റീസ് തമ്മിൽ ഓരോ ആക്ടിവിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ. രണ്ടാമതായിട്ട് ക്രിയേറ്റിംഗ് റൂൾസ് ഫോർ ഇഫക്റ്റീവ് പെർഫോമൻസ് ഓഫ് വർക്ക്. ഈ പറയുന്ന പ്രോസസ് നമ്മളിപ്പോൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചർ ഇഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ വേണ്ട റൂൾസ് ഏതൊക്കെയാണെന്ന് ക്രിയേറ്റ് ചെയ്യാം. തേർഡ്, അലോക്കേറ്റിംഗ് നെസസറി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. സീനിയേഴ്സും ജൂനിയേഴ്സും ഉണ്ടാവും. അത്തരത്തിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പവർ എന്താണ്, ഓരോ ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിബിലിറ്റി എത്രമാത്രമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അസൈൻ ചെയ്യാം. ആൻഡ് ഫൈനലി determining detailed procedure and system for different problem areas such as coordination, communication, motivation, etc. That means ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ പ്രോസസ്സും നോക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കമ്പനിയിൽ വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്തു. ഈ ഐഡന്റിഫൈ ചെയ്ത ആക്ടിവിറ്റീസിനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഗ്രൂപ്പ്സ് വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചറായി. ഓക്കെ, ദെൻ സ്ട്രക്ചർ റെഡി ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് റൂൾസ് ക്രിയേറ്റ് ചെയ്യാം. റൂൾസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോർ ദ എഫക്റ്റീവ് പെർഫോമൻസ്, വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ, റൂൾസ് സെറ്റായി. റൂൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓരോ ഇൻഡിവിജ്വലിന്റെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ, സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഓരോരുത്തരുടെയും വർക്ക് ഏത് രീതിയിലാണ് നടക്കേണ്ടത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് അവിടെ വരുമ്പോൾ കോർഡിനേഷൻ എങ്ങനെയായിരിക്കും, അതേപോലെ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ, മോട്ടിവേഷൻ ഏത് രീതിയിൽ നടക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊസീജിയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് ആയിട്ട് വരുന്നത്. ദെൻ ബേസിക്കലി ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് ഒഫീഷ്യൽ ലൈൻസ് ഓഫ് കമാൻഡ്. ഒഫീഷ്യൽ മീൻസ് there will be a boss, ബോസിന്റെ താഴെയായിട്ട് അദ്ദേഹത്തിന്റെ താഴെ വരുന്ന എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ. They will be discussing about official matters only. So official lines of communication എന്ന് പറയുന്നത് for official purpose, whereas there will be something called informal communication. ഈ informal communication നെറ്റ്വർക്കിന്റെ പേരാണ് നെറ്റ്വർക്കിന്റെ പേരാണ് എന്തായിരുന്നു പേര്? Informal communication network is also known as, yeah, exactly right, grapevine. Okay, grapevine. അത് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരരുത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ മറ്റൊരു പേരല്ല ഗ്രേപ്വൈൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന്റെ പേരാണ് ഗ്രേപ്വൈൻ. ബിക്കോസ് പലയിടത്തും അങ്ങനെ മാറി കാണാറുണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബ്രാക്കറ്റിൽ ഗ്രേപ്വൈൻ. ദാറ്റ്സ് നോട്ട് ട്രൂ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ നെറ്റ്വർക്ക് ഗ്രേപ്വൈൻ പോലെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗ്രേപ്വൈൻ എന്ന് വിളിക്കുന്നത്. ബിക്കോസ് നെറ്റ്വർക്കിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്.
കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേരല്ല. ഓക്കെ, സോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഗ്രേ പോയിന്റ് ആകുന്നു എന്ന് പറയുന്നതിന് കാരണം അവിടെ ഒരു ക്ലിയർ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ഒരു സീനിയർ ജൂനിയർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഡെലിഗേഷൻ ഇല്ല, ഒരു സ്കാലർ പ്രിൻസിപ്പിൾ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഇന്ററാക്ട് ചെയ്യാം, ഒരു സോഷ്യൽ ഗ്രൂപ്പിംഗ് പോലെ. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെറസ് ഫോർമൽ ആണെങ്കിൽ ഫോർമൽ ലൈൻസ് ഓഫ് കമാൻഡ് ആണ്. ഏറ്റവും ടോപ്പിൽ ഒരു അതോറിറ്റി, അതിന് തൊട്ട് താഴെ വരുന്ന രണ്ടാമത്തെ അതോറിറ്റി, അതിന് താഴെ വരുന്ന അതോറിറ്റി, ആ ഒരു ഫ്ലോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ദെൻ ഓർഗനൈസിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് കൺസിഡറേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓർഗനൈസിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് ഓർഗനൈസിങ്ങിന്റെ പ്രോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യുക, ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ബേസിക് ഗോൾസ് എന്താണെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഫംഗ്ഷൻസ്. ലൈൻ ഓർഗനൈസേഷനും വരുന്നുണ്ട്, സ്റ്റാഫ് ഓർഗനൈസേഷനും വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ബിക്കോസ് ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്പാർട്ട്മെന്റേഷൻ ആണ്. ഡിവിഷൻ ഓഫ് ലേബറിന്റെ അൾട്ടിമേറ്റ് എയിം മീൻസ് സിമിലർ രീതിയിലുള്ള ജോബുകളെ ഗ്രൂപ്പ് ചെയ്യുന്നത് വഴി ഒരു കംപ്ലീറ്റ് വർക്കിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. മീൻസ് വി ആർ ഏബിൾ ടു ക്രിയേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡിപ്പാർട്ട്മെന്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ലോഡ് കുറയും. അതുവഴി മീൻസ് നമ്മൾ ചെയ്യേണ്ട വർക്കിന്റെ പെർവ്യൂ സ്കോപ്പ് കുറയും. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഏരിയയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡിവിഷൻ ഓഫ് ലേബർ ഓർ സ്പെഷ്യലൈസേഷൻ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആണെന്ന് നമുക്ക് പറയാം. Then departmentation, as I said, division of labor or specialization will leads to departmentation because similar activities നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പിംഗ് ആണ് ഡിപ്പാർട്ട്മെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then decentralization means is the result of delegation of authority. ടോപ്പ് ലെവലിൽ നിന്നും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മളിപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരു ഹെഡ് ഉണ്ടാവും. ഈ ഹെഡിന് പവർ കിട്ടുന്നത് ടോപ്പ് ലെവലിൽ നിന്നാണ്. ടോപ്പ് ലെവലിൽ നിന്ന് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിപ്പാർട്ട്മെന്റേഷൻ മീൻസ് decentralization means there will be different power zones. സെൻട്രലൈസ്ഡ് ആയിരിക്കില്ല, പല ഏരിയയിലും ഡിഫറെന്റ് പവർ സോൺസ് ഉണ്ടാവും. ഓരോ റീജിയനിലും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഓരോ ഹെഡ്സ് ഉണ്ടാവും. ലൈക്ക് സോണൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സ്കാലർ ചെയിൻ മീൻസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്ലോ. ഫൈനലി സ്പാൻ ഓഫ് കൺട്രോൾ. വാട്ട് യു മീൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ? പെട്ടെന്ന് പറഞ്ഞേ, വാട്ട് ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ? ഒരു superior എത്ര exactly number of persons that can be controlled അല്ല, that can be effectively supervised. ഇവിടെ ആ effectively വേർഡിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് number of subordinates that a superior can effectively supervise is called his span. Okay, മീൻസ് ഒരു സീനിയർക്ക് ഇഫക്റ്റീവായിട്ട് എത്ര സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അതാണ് ആ നമ്പറിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ ഓർ സ്പാൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫക്റ്റീവ്ലി മീൻസ് ഒരാൾക്ക് എത്ര ആളുകൾ വേണമെങ്കിലും സൂപ്പർവൈസ് ചെയ്യാം, അതല്ല ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് അയാളുടെ എബിലിറ്റി വെച്ചുകൊണ്ട് പറ്റുന്ന മാക്സിമം നമ്പർ, അതാണ് ഇഫക്റ്റീവ് സൂപ്പർവൈസൻ. സോ സ്പാൻ ഓഫ് കൺട്രോൾ ലീഡ്സ് ടു ഇഫക്റ്റീവ് സൂപ്പർവിഷൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ യൂണിറ്റി ഓഫ് കമാൻഡ് മീൻസ് വൺ യൂണിറ്റ്, ഒരു സബോർഡിനേറ്റിന് ഒരു സുപ്പീരിയർ മാത്രമുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ് മീൻസ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരേ ലെവലിൽ ഫ്ലോ ചെയ്യണം. ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടാകാൻ പാടില്ല. എത്രമാത്രം അതോറിറ്റി കിട്ടിയിട്ടുണ്ടോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആ ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ബാലൻസ്. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഒരു സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സ്ട്രെച്ചർ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റിയിലേക്ക് പോകും.
ആ റിജിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടി സ്ട്രക്ചറിൽ ഒരു റീഅറേഞ്ച്മെന്റ് എപ്പോഴും പോസിബിൾ ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. റീഅറേഞ്ച് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവണം. ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി മീൻസ് there must be authority and responsibility division. Parity എന്ന് പറയുന്നത് സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. സോ ദീസ് ആർ ദി പ്രിൻസിപ്പിൾസ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ബിക്കോസ് 14 പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, റെപ്പിറ്റേഷൻ ആണ്. ദെൻ ഡിപ്പാർട്ട്മെന്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റേഷൻ മീൻസ് ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ആക്ടിവിറ്റീസ്. അച്ചയം ഓർത്തേക്കുക, ഇറ്റ് ഇസ് ദി പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ആക്ടിവിറ്റീസ്. ഇറ്റ്സ് കോൾഡ് ഡിപ്പാർട്ട്മെന്റേഷൻ. The departmentation is useful for specialization and fixation of responsibility. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കുറച്ച് മുമ്പ്. സ്പെഷ്യലൈസേഷനിലേക്ക് ഡിപ്പാർട്ട്മെന്റേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഓരോ സിമിലർ ആക്ടിവിറ്റീസിനെയും ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കണ്ടിന്യൂസ് വർക്കിനെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഏരിയയിലായിരിക്കും ഒരു ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യേണ്ടി വരിക. ഒരു ഇൻഡിവിജ്വൽ ഈ ചെറിയ ഏരിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഏരിയയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോബ് നേച്ചർ കൊണ്ട് തന്നെ ഹി വിൽ ബി ഏബിൾ ടു സ്പെഷ്യലൈസ് ഇൻ ദാറ്റ് പൊസിഷൻ. ഓക്കെ, ആ സ്പെഷ്യലൈസേഷനിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഡിപ്പാർട്ട്മെന്റേഷൻ കൺസെപ്റ്റ് ഈസ് അറൈസ്ഡ് ബേസ്ഡ് ഓൺ ദി ഓർഗനൈസേഷണൽ ഫങ്ഷൻസ്. ദീസ് ഫങ്ഷൻസ് ആർ ഓഫ് ടു ടൈപ്സ്. ദേ ആർ ബേസിക് ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി ഫങ്ഷൻസ്. ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് വരുമ്പോൾ ഓർഗനൈസേഷണൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റേഷൻ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോസസ്സിനെയും ഓർഗനൈസേഷൻ ഫങ്ഷൻസിനെയും ഇപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷൻ can create a department out of production function. Then there will be finance function, അവിടെയും നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. സെയിൽസ് ഫംഗ്ഷൻ, അവിടെയും ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഓരോ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, then there are different patterns of departmentation. Departmentation by function, as we already said, ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇതാണ് ആദ്യത്തെ ലെവൽ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയാം. ഇനീഷ്യലി ഈ ഒരു രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റേഷൻ നടന്നത്. സോ ഡിപ്പാർട്ട്മെന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഫംഗ്ഷനെ ബേസ് ചെയ്തായിരിക്കും. അതായത് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട്, ഫിനാൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, HR-നെ ബേസ് ചെയ്തുകൊണ്ട്, ഇങ്ങനെ ഓരോ മാനേജ്മെന്റ് ഫംഗ്ഷനും വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്. ഇതാണ് ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ വീണ്ടും ഫംഗ്ഷനലൈസ് സബ് ഫംഗ്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ മാർക്കറ്റിംഗ് തന്നെ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. ലൈക്ക് മാർക്കറ്റ് റിസർച്ചിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, അഡ്വർടൈസിങ്ങിന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, സെയിൽസിന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. ഇനി അതിലും കുറച്ചുകൂടി വലിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ വീണ്ടും നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. ലൈക്ക് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി, അതേപോലെ റേഡിയോ ആൻഡ് TV അഡ്വർടൈസ്മെന്റിന് വേണ്ടി. ഇത്തരത്തിൽ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, വാട്ട് ദേ ഡു, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഡിപ്പാർട്ട്മെന്റേഷൻ കൺസെപ്റ്റും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ കൺസെപ്റ്റും ക്ലിയർ ആണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ആണോ? ഓക്കെ, സോ സെക്കൻഡ് പാറ്റേൺ, ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കമ്പനി ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബിയും ഉണ്ടെങ്കിൽ എയുടെ ആക്ടിവിറ്റീസിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, ബിക്ക് വേണ്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, എന്നിട്ട് ആ എയുടെ പ്രൊഡക്ഷന് വേണ്ടി വേറെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, എയുടെ സെയിൽസിന് വേണ്ടി വേറെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ സെയിം രീതിയിൽ ബിയുടെ ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ഫംഗ്ഷനും വേറെ ഡിപ്പാർട്ട്മെന്റ്സ് വരുവാണെങ്കിൽ ഇതിനെയാണ് ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്ന് പറയുന്നത്. കമ്പനി ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റോ സർവീസോ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോം ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ടൈപ്പ്, ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ടൈം. ടൈം മീൻസ് നമ്മളൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നിങ്, ഡൈയിങ്, ദെൻ വീവിങ്, ഫിനിഷിങ്, ഇതെല്ലാം ഓരോ പ്രോസസ്സുകളാണ്.
ഈ ഓരോ പ്രോസസ്സും ഒരു കണ്ടിന്യൂസ് ലെവലിലാണ്, അതൊരു കണ്ടിന്യൂസ് ലൈനിലാണ് പോകുന്നത്. അതുകൊണ്ട് ഓരോ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഇനീഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി സ്പിന്നിങ്, ആ സ്പിന്നിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ ഡൈയിങ്ങിന് വേണ്ടി മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഒരു ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റിയിൽ പ്രോസസ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രൂപ്പിംഗ് ബൈ പ്രോസസ് ആൻഡ് എക്യുപ്മെന്റ്സ്. രണ്ടും സിമിലർ ലൈൻസിലാണ്. ഗ്രൂപ്പിംഗ് ബൈ പ്രോസസ് ആൻഡ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാലും ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാലും സിമിലർ ആണ്. ദെൻ ഗ്രൂപ്പിംഗ് ബൈ ലൊക്കേഷൻ ഓർ ടെറിട്ടറീസ്. പല സ്ഥലങ്ങളിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ഹെഡ് ഓഫീസ്, ദെൻ അതിനുശേഷം സോണൽ ഓഫീസുകൾ പലയിടത്തായിട്ട്, ഈസ്റ്റേൺ സോൺ, സെൻട്രൽ സോൺ, നോർത്തേൺ സോൺ, സദേൺ സോൺ, ഇങ്ങനെ പല സോണൽ ഓഫീസുകൾ, അതിൻ്റെ തന്നെ ഡിവിഷണൽ ഓഫീസുകൾ വീണ്ടും, ദെൻ ബ്രാഞ്ചുകൾ. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് ഗ്രൂപ്പിംഗ് ബൈ ലൊക്കേഷൻ ആൻഡ് ടെറിട്ടറീസ് എന്ന് പറയുന്നത്. ബിക്കോസ് ജോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിൽ there will be a central office, that means ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. അതിനുശേഷം ഓരോ സോണിലും ഓരോ ഓഫീസുകൾ, ഈ ഓരോ സോണിന്റെയും ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അതിന് കീഴിലായിട്ട് വീണ്ടും ഡിവിഷണൽ ഓഫീസസും അതിൻ്റെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസും ഉണ്ടാവും. ഓക്കെ, ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ് ആക്ച്വലി ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ലൊക്കേഷൻ ഓർ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സോ ഡിപ്പാർട്ട്മെന്റേഷനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ്. ദാറ്റ്സ് ഓൾ. നമ്മൾ പറഞ്ഞതെല്ലാം സിമ്പിൾ ടേംസ് ആണ്. ഈവൻ ദോ ഒന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ബൈ ഫങ്ഷൻ, ദെൻ ബൈ പ്രൊഡക്റ്റ് ഓർ സർവീസസ്, പിന്നീട് പറഞ്ഞത് ബൈ ടൈം, ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ലൊക്കേഷൻ ഓർ ടെറിട്ടറി. നൗ ഡിഫറെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ആദ്യത്തെയാണ് ലൈൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ലൈൻ ആയിരിക്കും, ഒരു സീക്വൻസ്. ടോപ്പ് ലെവലിൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈൻ കണക്ഷൻ കൊണ്ട് ലോവർ ലെവൽ വരെ നമുക്ക് എത്താൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള അതോറിറ്റി ഫ്ലോയിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്കാലർ ചെയിൻ. നമ്മൾ സ്കാലർ ചെയിനിൽ പറഞ്ഞ അതേ അതോറിറ്റി, അല്ലെങ്കിൽ മിലിറ്ററി അതോറിറ്റി, വെർട്ടിക്കൽ ഓർഗനൈസേഷൻ, ഈ പേരുകളിലെല്ലാം ലൈൻ ഓർഗനൈസേഷൻ അറിയപ്പെടും. സോ ലൈൻ ഓർഗനൈസേഷൻ പല രീതിയിലുണ്ട്. ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ടൈപ്പാണ് പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ, രണ്ടാമത്തത് ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്ലോ ആണ്. ടോപ്പ് ലെവലിൽ നിന്നും, ടോപ്പ് ലെവലിൽ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, അതിൻ്റെ താഴെ ബി, ദെൻ സി, ദെൻ ഡി. ഈ ഒരു ഫ്ലോ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു ലൈനിൽ തന്നെ കിട്ടുമെങ്കിൽ, ഒരു പ്രോസസ് എന്നുള്ള രീതിയിൽ ഒരു വെർട്ടിക്കൽ ലൈനിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ ഓർ മിലിറ്ററി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രൊഡക്ഷൻ മാനേജറാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. പ്രൊഡക്ഷൻ മാനേജറിൽ നിന്നും ഫയർമാൻ, ഫയർമാനിൽ നിന്നും വർക്കർ. ഇതൊരു കണ്ടിന്യൂസ് ഫ്ലോ ആണ്, ഒറ്റ ലൈനിലാണ് ഈ കണക്ഷൻ വരുന്നത്, ലൈക്ക് ദിസ്. ഒന്നിൽ കൂടുതൽ ഫയർമാൻ ഉണ്ട്, ദാറ്റ്സ് റൈറ്റ്. എന്നാലും ഓരോ ഫയർമാനിലേക്കുള്ള കണക്ഷനും വരുന്നത് വെർട്ടിക്കൽ ലൈനിൽ തന്നെയാണ്. അല്ലാതെ ഇവിടെ നിന്നും ഇങ്ങനെയൊരു ഫ്ലോ ഉണ്ടാകുന്നില്ല. ഹൊറിസോണ്ടൽ ഫ്ലോ ഇല്ല, വെർട്ടിക്കൽ ലൈനിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രം നടക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇവിടെ ഓരോ ഫോർമാനും ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിക്കുന്നു. അത്രയും മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ലൈക്ക് പ്രൊഡക്ഷൻ മാനേജറിൽ നിന്നും ഫോർമാനിലേക്ക് പോകുന്നു, ഫോർമാൻ ഓഫ് വൺ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വർക്കേഴ്സിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, one second. ഓക്കെ, ഫൈൻ. സോ ക്ലിയർ ആണോ? ലൈൻ ഓർഗനൈസേഷൻ ഡയറക്റ്റ് ആണ്. ടോപ്പിൽ നിന്നും ലോവർ ലെവൽ വരെ ഒരു ഡയറക്റ്റ് വെർട്ടിക്കൽ ലൈൻ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ ലൈൻ ഓർഗനൈസേഷൻ പ്യുവർ ലൈൻ മീൻസ് ഡിപ്പാർട്ട്മെന്റേഷൻ ഉണ്ടാവില്ല. ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ ദോ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് ടു ലോവർ ലെവൽ വരെ ഒറ്റ ലൈനിലായിരിക്കും. സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈൻ അതോറിറ്റി ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ വെർട്ടിക്കൽ. ദാറ്റ് ഈസ് ദി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. ആസ് ഐ സെഡ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആണ്.
ടോപ്പിൽ നിന്നും ബോട്ടം വരെ വരുന്ന ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ദെൻ ദി യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ബിക്കോസ് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഒരു ജൂനിയറെ എടുക്കുകയാണെങ്കിൽ വർക്കർ, ഇയാളുടെ സീനിയർ എന്ന് പറയുന്നത് ഫോർമാൻ ബി മാത്രമാണ്. അതുകൊണ്ട് ജൂനിയർക്ക് ഒരു സീനിയർ മാത്രം വരുന്ന സിറ്റുവേഷൻ, ഇതിനെയാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ലൈൻ ഓർഗനൈസേഷൻ യൂണിറ്റി ഓഫ് കമാൻഡ് കംപ്ലീറ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ഫീച്ചർ, ഓൾ പേഴ്സൺസ് അറ്റ് ദി സെയിം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. മീൻസ് ഇവിടെ തന്നെ നോക്കുക, നമുക്ക് സെയിം ലെവൽ ഓഫ് ഓഫീസേഴ്സ് തമ്മിൽ ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനുള്ള വെർട്ടിക്കൽ റിലേഷനുള്ള യാതൊരു സ്കോപ്പും ഇല്ല. എല്ലാ സെയിം ലെവൽ ഓഫീസേഴ്സും വെദർ ഇറ്റ് ഈസ് എ ബി ഓർ സി ഓർ ഈ പറയുന്ന ഓരോ ഓഫീസറും ഇൻഡിപെൻഡന്റ് ആണ്. ദേ ആർ നോട്ട് കണക്റ്റഡ് ഇൻ എനി വേ. ഡയറക്ട്ലി ടോപ്പ് ടു ബോട്ടം എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമേ വരുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻസിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല. ദെൻ this structure specifies the responsibility and authority of all the positions, limiting the area of action. So ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും എത്രമാത്രമാണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാനും ലൈൻ ഓർഗനൈസേഷന് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞത്, ഒന്ന് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ആണ്, രണ്ടാമതായിട്ട് യൂണിറ്റി ഓഫ് കമാൻഡ് 100% അഷ്യൂർ ചെയ്യാൻ സാധിക്കുന്നു, മൂന്നാമതായിട്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ലെവലിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, മറ്റൊരാളുമായിട്ട് കണക്ഷൻ വരുന്നില്ല. സെയിം ലെവൽ ഇൻഡിവിജ്വൽസ് വരുവാണെങ്കിൽ അവർ തമ്മിൽ യാതൊരു കണക്ഷനും വരുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. ആൻഡ് ഫൈനലി സ്ട്രക്ചർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫ്ലോ കൃത്യമായിട്ട് നരേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, ഡിസിപ്ലിൻഡ് ആണ്. ബിക്കോസ് ടോപ്പിൽ നിന്നും ബോട്ടം വരെ വരുന്നതിൽ ഒറ്റ ഫ്ലോ ആയതുകൊണ്ട് തന്നെ സീനിയർ ആരാണ് ജൂനിയർ ആരാണ് ഇതിനകത്തൊന്നും ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ കറക്റ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു. പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഓർഡർലി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യുന്നത് സ്കാലർ പ്രിൻസിപ്പിൾ വെച്ചാണ്. ലോവർ ലെവലിൽ നിന്നും അയാളുടെ തൊട്ട് മുകളിലുള്ള സീനിയറിലേക്ക്, അതിന് മുകളിലുള്ള സീനിയറിലേക്ക് ഇത്തരത്തിലൊരു ഓർഡർലി കമ്മ്യൂണിക്കേഷൻ ഫ്ലോ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഫൈനലി സൂപ്പർവിഷൻ ബിക്കംസ് ഈസിയർ പ്ലസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണ്. സൂപ്പർവിഷൻ ഈസിയർ ആവുന്നത് ബിക്കോസ് ഒരു ജൂനിയർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സീനിയർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ജൂനിയറിനോട് മാത്രമാണ്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, അവിടെ മറ്റൊരു അധികാര പരിധി വരുന്നില്ല. ഓക്കെ, സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പിൽ നമ്മൾ യൂണിറ്റി ഓഫ് കമാൻഡ് പറഞ്ഞു. യൂണിറ്റി ഓഫ് കമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർവിഷൻ ഈസിയർ ആണ്. ആൻഡ് ഇതിന്റെ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ, ഡീമെറിറ്റ്സിൽ ഫസ്റ്റ് ഇഷ്യൂ ഇസ് ദാറ്റ് സ്പെഷ്യലൈസേഷൻ വരുന്നില്ല. ജൂനിയർ സീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിടത്തും സ്പെഷ്യലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്പെഷ്യലിസ്റ്റിന്റെ അഭാവം ഉണ്ടാവും. സ്പെഷ്യലിസ്റ്റ് വരുന്നത് സ്റ്റാഫ് ഓർഗനൈസേഷനിലാണ്. ദെൻ ആബ്സെൻസ് ഓഫ് കൺസെപ്ച്വൽ തിങ്കിങ്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു കൺസെപ്ച്വൽ ബേസിലുള്ള തിങ്കിങ്ങിനുള്ള സ്കോപ്പ് ഇല്ല. ബിക്കോസ് ലൈൻ അതോറിറ്റിയിൽ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫ്ലോ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അഡീഷണലി ഒരു കാര്യവും അവിടെ വരുന്നില്ല. ഒരു സീനിയർ ആ സീനിയർ പറയുന്ന വേയിൽ മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കൂ. ദെൻ ഓട്ടോക്രാറ്റിക് അപ്രോച്ച്, സീനിയറുടെ ആരാണ് ജൂനിയറുടെ തൊട്ട് മുകളിൽ വരുന്ന ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. ആ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ നോർമൽ സിറ്റുവേഷനിൽ ഓട്ടോക്രാറ്റിക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഫൈനലി പ്രോബ്ലംസ് ഓഫ് കോർഡിനേഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഡിഫറൻ്റ് ആണ്, അവർ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു കോർഡിനേഷൻ ടോപ്പ് മാനേജ്മെന്റിന് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇത്രയുമാണ് ലൈൻ ഓർഗനൈസേഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. Then it is suitable for small scale organization where number of subordinates is quite small. വളരെ കുറച്ച് സബോർഡിനേറ്റ്സ് മാത്രമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്യാം. വേറസ് നമ്പർ കൂടുവാണെങ്കിൽ ഓരോ ലൈൻ ഓർഗനൈസേഷന്റെയും താഴെ വരുന്ന ഓരോ ലൈൻ പൊസിഷന്റെയും താഴെ വരുന്ന ഇൻഡിവിജ്വലിന്റെ എണ്ണം ഇരട്ടിയാവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ ബിക്കംസ് മോർ ഡിഫിക്കൽട്ട്. ഈസി കൺട്രോളിങ് പോസിബിൾ ആവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലൈൻ ഓർഗനൈസേഷൻ ഫെയിൽ ആവും. Second, we'll be discussing about functional organizational structure. രണ്ടാമത്തെ type, functional organization structure. Functional structure is created by grouping the activities on the basis of functional requirements for achieving organizational goals. അതായത് നമുക്ക് ഓർഗനൈസേഷണൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓർഗനൈസേഷണൽ ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിംഗ് വെച്ചുകൊണ്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ
അതിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് ഓൾ ഫങ്ഷൻസ് റിക്വയർഡ് ടു ബി ക്ലാസിഫൈഡ് ഇൻ ടു സെക്കൻഡറി, ബേസിക്, സെക്കൻഡറി ആൻഡ് സപ്പോർട്ടിംഗ് ഫങ്ഷൻസ്. അതായത് പ്രൈമറി ഫങ്ഷൻസ് ഉണ്ടാവും, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനുശേഷം സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഫങ്ഷൻസ്. അങ്ങനെ മൂന്നായിട്ട് ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടായിരിക്കും ഒരു ഫങ്ഷണൽ സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ദി ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഫങ്ഷൻസ്. നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ ആക്ടിവിറ്റിയും ഇതാണ് പ്രൈമറി ഫങ്ഷൻ, ഇന്നതാണ് സെക്കൻഡറി ഫങ്ഷൻ, ഇന്നതാണ് തേർഡ് ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഈച്ച് ഫങ്ഷൻ ഏരിയ ഈസ് പുട്ട് അണ്ടർ ദി ചാർജ് ഓഫ് വൺ എക്സിക്യൂട്ടീവ്. ഒരു പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണെങ്കിൽ അതൊരു പ്രൈമറി ഫങ്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഫോർ എനി ഡിസിഷൻ വൺ ഹാസ് ടു കൺസൾട്ട് ദി ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനം എടുക്കണമെങ്കിലും there will be a functional specialist. ആ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കൂ. ആൻഡ് ദി സ്പാൻ ഈസ് ലിമിറ്റഡ്. അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റ് ടു സീനിയർ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും ഈ ഒരു കേസിൽ. സോ ഇവിടെ സംഭവിക്കുന്നത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫിന്റെ ബേസിൽ ലൈൻ ഓർഗനൈസേഷന്റെ അതോറിറ്റി വരുന്നുണ്ട്, അതേപോലെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോമാറ്റ് നോക്കുകയാണെങ്കിൽ there will be ഒരു ഹെഡ് ഓഫീസിൽ നിന്നും ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ, ഇങ്ങനെ ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിന്റെ താഴെ വരുന്ന ഒരു പ്ലാൻ നമ്പർ 1. ഈ പ്ലാൻ നമ്പർ 1 ഡിസിഷൻസ് എടുക്കുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ആണെങ്കിൽ പ്രൊഡക്ഷനിലെ സ്പെഷ്യലിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവരുടെ ഡിസിഷൻ ഇവരെന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ദെൻ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മാർക്കറ്റിംഗിന്റെ സ്പെഷ്യലിസ്റ്റുമായി ഡിസ്കസ് ചെയ്യണം. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഫിനാൻസിലെ സ്പെഷ്യലിസ്റ്റ്, പേഴ്സണലാണെങ്കിൽ പേഴ്സണലിലെ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഓരോ പ്ലാനിലും ഉദ്ദേശിക്കുന്ന ഓരോ മേ ബി ഒരു പ്ലാന്റ് ആകാം. ഓക്കെ, അത്തരത്തിലുള്ള പ്ലാന്റിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആ പ്ലാനിൽ തന്നെ ഉണ്ടാവും. ലൈക്ക് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇവിടെ തന്നിരിക്കുന്ന വെച്ചിട്ട് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് പേഴ്സണൽ ഇത് ഓരോ പ്ലാന്റിലും നടക്കുന്നുണ്ട്. ഇവർ ഈ പ്രൊഡക്ഷനെ പറ്റി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ മുകളിലുള്ള പ്രൊഡക്ഷൻ മാനേജറോട് ചോദിക്കുക. അതേപോലെ മാർക്കറ്റിംഗ് തീരുമാനങ്ങൾ എടുക്കേണ്ട ടൈമിൽ മാർക്കറ്റിംഗിന്റെ സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കുക. അതേപോലെ ഫിനാൻസിലാണ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കുക. സോ ഓരോ ലെവലിലും അവരുടെ ഹെഡായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും. അതായത് ഇവിടെ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ ചെയ്യുന്നു. ആ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷനെ ബേസ് ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി there will be a സ്പെഷ്യലിസ്റ്റ്. ആ സ്പെഷ്യലിസ്റ്റിന്റെ ഡിസിഷൻ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. ഇതിനെയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ലൈനിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ആണ്, അവിടെ ഫങ്ഷൻസ് ഡിവൈഡ് ചെയ്യുന്നില്ല. ഫ്ലോ വരുന്നത് ടോപ്പ് ടു ബോട്ടം വെർട്ടിക്കൽ ലൈൻ മാത്രമാണ്. വേറസ് ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ വരുമ്പോൾ ക്ലിയർ കട്ടായിട്ട് ഫങ്ഷൻസിന് വേണ്ടി ഓരോ ഫങ്ഷനും ഓരോ സീനിയർ എന്നുള്ള രീതിയിലുള്ള ഓരോ കൺസൾട്ടന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള അപ്രോച്ച് വരും. സോ ഇവിടെ വരുന്ന കൺസൾട്ടന്റ് സ്പെഷ്യലിസ്റ്റ് ആണ്, ആ ഒരു ഏരിയയിൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾ. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു ഡയറക്റ്റ് ലൈൻ അല്ല വരുന്നത്. ഇൻസ്റ്റെഡ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഓരോ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഡിസ്കഷൻ നടത്തണം. അതിനുശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കൂ. ഇത്തരത്തിലുള്ള ഫ്ലോയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു തേർഡ് ടൈപ്പ്. ബിഫോർ ദാറ്റ് ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് നോക്കാം. മെറിറ്റ്സ് വരുന്നത് ഹൈ സ്പെഷ്യലൈസേഷൻ. ബിക്കോസ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇവിടെ ചെയ്യുന്നത് ഓരോ ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിസിഷൻ എടുക്കുന്നത് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. മീൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. ഫസ്റ്റ് ഫീച്ചർ ഈസ് ഹൈ സ്പെഷ്യലൈസേഷൻ. ഇത് ലൈൻ ഓർഗനൈസേഷനിൽ ആബ്സെന്റ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. ക്ലാരിറ്റി ഇൻ ഫങ്ഷനിങ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യതയുണ്ടായിരിക്കും. ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. സെയിം വർക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഇല്ല. ബിക്കോസ് ഓരോരുത്തരും ചെയ്യുന്നത് ഡിഫറെന്റ് ജോബ്സ് ആണ്. ഓരോ വർക്കിനും അവരുടേതായ കൺസൾട്ടന്റ് ഉണ്ട്.
അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവരോട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവേണ്ട യാതൊരു സ്കോപ്പുമില്ല. ദെൻ ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വിൽ ബി സ്മൂത്തി. മറ്റേതിനേക്കാൾ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺട്രോളും കോർഡിനേഷനും കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ബിക്കോസ് എല്ലാ പാർട്ടിയും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്ലോ നോക്കിയാൽ മതി. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷനുമായിട്ടും മാർക്കറ്റിംഗ് ആയിട്ടും ഫിനാൻസ് ആയിട്ടും പേഴ്സണലായിട്ടും എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സീനിയർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസഡ്വാൻറ്റേജും അവിടെ പറയാൻ പറ്റും. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ പറയാം. അത് സ്പെഷ്യലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എഷ്യൂർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലോവർ ലെവലിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. സ്പെഷ്യലിസ്റ്റിലേക്ക് വരുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ, ഓരോ ഏരിയയ്ക്കും അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ലിമിറ്റേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾസ് ഫോർ മോർ കോർഡിനേഷൻ. കോർഡിനേഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട്. നമ്മൾ ബെറ്റർ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ആക്ടിവിറ്റി കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് ഫംഗ്ഷനും വേണ്ടി സെപ്പറേറ്റ് ഹെഡ്സ് ഉണ്ട്. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് കോർഡിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വൈ കോർഡിനേഷൻ പ്രോസസ് ഈസ് ഡിഫിക്കൽട്ട്. ബട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ബെറ്റർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രോസസ് ഈസ് ഡിഫിക്കൽട്ട് ഈവൻ ദോ കോർഡിനേഷൻ വിൽ ബി ബെറ്റർ. ദെൻ നെക്സ്റ്റ് ഡിമെറിറ്റ് ഈസ് ക്ലിയർ ലൈൻ ഓഫ് അതോറിറ്റി. കൃത്യമായിട്ട് ഫ്ലോ എങ്ങനെയാണ്, there will not be a clear line of authority. കൃത്യമായിട്ട് ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ലൈൻ ഓഫ് അതോറിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. ആൻഡ് ഫൈനലി ഡിസിഷൻ മേക്കിംഗ് ബിക്കംസ് സ്ലോവർ. ബിക്കോസ് ഇവരുടെ എല്ലാവരുടെയും ഡിസിഷൻ എടുത്തതിന് ശേഷം ഓരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. സുപ്പീരിയർ കൺസെപ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ഓർക്കേണ്ടത് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ടേമാണ്. ഓരോ സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കൂ. ദാറ്റ്സ് വൈ ഇറ്റ് വിൽ ടേക്ക് ടൈം. Suitability. The establishment of functional organization structure becomes necessary as a small organization grows and business activity becomes more and more complete. നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ, ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR പോലുള്ള ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ വേണ്ടി വരും. അത് ചെറിയ ഓർഗനൈസേഷൻസ് ആയാലും വലിയ ഓർഗനൈസേഷൻസ് ആയാലും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ അതിൻ്റെ ബേസ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷനെ പറ്റി. എനി ഡൗട്ട്സ് റിഗാർഡിങ് ദിസ് ടു? നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, ലൈൻ ബേസ്ഡ് ഓർഗനൈസേഷനും ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷനും. രണ്ടും ക്ലിയർ ആണ്? മൂന്നാമത്തെ ടൈപ്പ് is the line and staff organization structure. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് റിഫേഴ്സ് ടു എ പാറ്റേൺ ഇൻ വിച്ച് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ലൈൻ മാനേജേഴ്സ് ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. അതായത് ലൈൻ സ്ട്രക്ചറും വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാഫ് സ്ട്രക്ചറും വരുന്നുണ്ട്. ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഫ്ലോ ആണ്. രണ്ടും കൂടി ചേരുന്നതാണ് ആക്ച്വലി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇവിടെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് കൺസെപ്റ്റ് വരുന്നത് മൊത്തം സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ലൈൻ ഓർഗനൈസേഷന് അതോറിറ്റി കൺസെപ്റ്റ് ആണ് വരുന്നതെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷന് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് ഓർഗനൈസേഷനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ലൈൻ മാനേജേഴ്സ് തീരുമാനമെടുക്കുമ്പോൾ, ലൈൻ മാനേജേഴ്സ് ഡിഫറെൻറ്റ് ഡിസിഷൻസ് എടുക്കുമ്പോൾ സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ ദി ഫസ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് റെഫേഴ്സ് ടു എ പാറ്റേൺ ഇൻ വിച്ച് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് ലൈൻ മാനേജേഴ്സ് ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട സജഷൻസ്. ബിക്കോസ് ലൈനിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സ്പെഷ്യലൈസേഷന് സ്കോപ്പില്ലെന്നാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ലൈൻ മാനേജേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഒരു സ്റ്റാഫ് മാനേജേഴ്സ് ഉണ്ട്. ഈ സ്റ്റാഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, സ്റ്റാഫ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ
ഡിപ്പാർട്ട്മെന്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റും ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഫീച്ചർ, ലൈൻ പീപ്പിൾ ഗീവ് അഡ്വൈസസ്. ബേസിക്കലി ക്യാൻ ഇഗ്നോർ ദിസ് ഫീച്ചർ. സ്റ്റാഫ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി, ഇത് ഇഗ്നോർ ചെയ്യുക. ദെൻ ദി സ്റ്റാഫ് പീപ്പിൾ ഹാവ് ദി റൈറ്റ് ടു റെക്കമെൻഡ് but have no authority to enforce their performance on other departments. Because staff people ചെയ്യുന്നത് ആക്ച്വലി എന്താ, ഇവർ സ്പെഷ്യലിസ്റ്റ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ സ്പെഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ലൈൻ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ ദാറ്റ് ഇവരുടെ റെക്കമെൻഡേഷൻസ് ഇന്ന ഏരിയയിൽ ഇന്ന രീതിയിൽ, ഇപ്പോൾ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലൈൻ മാനേജർ ചെയ്യുമ്പോൾ അവരോട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് മാനേജർക്ക് പറയാം, ഇത് പ്രൊഡക്ഷൻ, ബിക്കോസ് ഹീസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദാറ്റ് ഏരിയ. സോ ആ സ്പെഷ്യലിസ്റ്റിന്റെ സജഷൻസ് കൊടുക്കാൻ സാധിക്കും. ആ സജഷൻസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നോർമലി പ്രൊഡക്ഷൻ മാനേജർ ഡിസിഷൻസ് എടുക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ ലൈൻ ഓർഗനൈസേഷനും ദെൻ സ്റ്റാഫിന്റെ സപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതർ ഫീച്ചേഴ്സ്, ദിസ് original structure clearly distinguishes between two aspects of administration, that is planning and execution. Planning എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും എക്സിക്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിന് സാധിക്കും. രണ്ടാമതായിട്ട്, സ്റ്റാഫ് ഓഫീസേഴ്സ് പ്രൊവൈഡ് അഡ്വൈസ് ഓൺലി ആൻഡ് ലൈൻ ഓഫീസേഴ്സ് ഡു നോട്ട് ഹാവ് ദി പവർ ടു കമാൻഡ് ഓവർ ദം. അതായത് ആക്ച്വലി സ്റ്റാഫ് ഓഫീസേഴ്സ് ചെയ്യുന്നത് ഈ പറയുന്ന ലൈൻ ഓഫീസേഴ്സിന് വേണ്ട, അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട ഡിസിഷൻസിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അഡ്വൈസ് മാത്രമാണ്. ആ അഡ്വൈസ് ആക്ച്വലി ഇറ്റ് വിൽ നോട്ട് ബി ബൈൻഡിങ്. ഡിസിഷൻസ് എടുക്കുന്നത് ലൈൻ ഓഫീസേഴ്സ് ആയിരിക്കും, അവരുടെ കയ്യിലാണ് പവർ ഉള്ളത്. സ്റ്റാഫ് ഓഫീസേഴ്സ് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ദി സ്റ്റാഫ് ഇംപ്ലിമെന്റ് ദി ലൈൻ മെമ്പേഴ്സ്. എനിവേ, let's see the ചാർട്ട് നോക്കിയാൽ ക്ലിയർ ആവും. ചാർട്ടിനകത്ത് വരുന്നത്, ഇവിടെ നോക്കിയാൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിവിഷൻ നമുക്ക് കാണാം. അതിനുശേഷം യു ക്യാൻ സി ദി ഡയറക്റ്റ് ഫ്ലോ. ഈ ഡയറക്റ്റ് ഫ്ലോ ജനറൽ മാനേജറിൽ നിന്ന് പ്രൊഡക്ഷനിലേക്ക് വരുന്നു, DPMലേക്ക് വരുന്നു, ഓഫീസറിലേക്ക് വരുന്നു, വർക്കറിലേക്ക് വരുന്നു. ഈ ഡയറക്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ലൈനാണ്. ഓക്കെ, വേറസ് ഈ ലൈൻസ് തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 3 ഡിപ്പാർട്ട്മെന്റ്സും, അതായത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ സെയിൽസ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയുള്ള റിസോഴ്സസ് അനുസരിച്ചായിരിക്കും, ഫിനാൻസ് അനുസരിച്ചായിരിക്കും. സോ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഹി മസ്റ്റ് സീക്ക് അഡ്വൈസ് ഫ്രം മാർക്കറ്റിംഗ് മാനേജർ. ബിക്കോസ് ഇത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കണമെങ്കിൽ എത്രമാത്രം സെല് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് അറിയണം. അതിനുവേണ്ടി മാർക്കറ്റിംഗ് മാനേജർ സപ്പോർട്ട് വേണം. അതേപോലെ പ്രൊഡക്ഷന് റോ മെറ്റീരിയൽസ് മേടിക്കണമെങ്കിൽ ഫിനാൻസ് മാനേജർ സപ്പോർട്ട് വേണം. അതേപോലെ പ്രൊഡക്ഷന് ഹ്യൂമൻ റിസോഴ്സ് വേണമെങ്കിൽ പേഴ്സണൽ മാനേജർ സപ്പോർട്ട് വേണം. സോ ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ, അവരുടെ ഏരിയയിലുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഓരോ മാനേജർക്കും പരസ്പരം റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ടു DPM എന്ന് പറയുന്നത് ഇതൊരു ലൈൻ അതോറിറ്റിയാണ്. ഡയറക്ട്ലി അതോറിറ്റി ഫ്ലോ ചെയ്യാണ്, ലൈക്ക് എ സ്കാലാർ ചെയിൻ, ഒരു ചെയിൻ പോലെ അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാം. വെറസ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ, പ്രൊഡക്ഷനും മാർക്കറ്റിംഗും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അതോറിറ്റി ഫ്ലോ അല്ല നടക്കുന്നത്, ബട്ട് സ്റ്റാഫ് റിലേഷൻഷിപ്പ് ആണ് നടക്കുന്നത്. സ്റ്റാഫ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ടൈപ്പ് റിലേഷൻഷിപ്പ്. സ്പെഷ്യലിസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കണം. അതേപോലെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കണം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഓൾ ദിസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇന്റർ റിലേറ്റഡ്. അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും നോർമൽ സിറ്റുവേഷനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ ദാറ്റ് സ്പെഷ്യലിസ്റ്റ് വിൽ ബി ദെയർ ടു അഡ്വൈസ്. അവർക്ക് ചെയ്യാവുന്നത് അഡ്വൈസ് മാത്രമാണ്. ആ അഡ്വൈസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലൈൻ മാനേജേഴ്സ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ, it add functional specialist to the pure line organization and the same aims at combining the merits of two.
സോ ലൈൻ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല എന്നുള്ളതായിരുന്നു. അതായത് സ്റ്റാഫ് ടൈപ്പിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, സ്പെഷ്യലിസ്റ്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല എന്നുള്ളതായിരുന്നു. അത് സോൾവ് ചെയ്യുകയാണ് ആക്ച്വലി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ കൊണ്ട് സാധിക്കുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇറ്റ് ആഡ്സ് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. സോ ഒരു സ്പെഷ്യലിസ്റ്റിനെ ലൈൻ ഓർഗനൈസേഷനിലേക്ക് ആഡ് ചെയ്യുന്നത് വഴി രണ്ടിൻ്റെയും മെറിറ്റ്സ്, ലൈൻ ഓർഗനൈസേഷൻ്റെയും സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെയും മെറിറ്റ്സ് കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നു. സോ ഒരു ബെറ്റർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇറ്റ് ബ്രിങ് എക്സ്പെർട്ട് നോളജ് ടു ബെയർ അപ്പോൺ മാനേജ്മെന്റ്. ബിക്കോസ് ലൈൻ ഓർഗനൈസേഷൻ വരുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി നമ്മൾ പറഞ്ഞു, സ്പെഷ്യലൈസേഷൻ ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ട് നോളജ് ക്രിയേറ്റ് ചെയ്യില്ല, ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഡിസഡ്വാൻറ്റേജ് ആയി. വെറസ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ലൈൻ ഓർഗനൈസേഷന്റെ ഒപ്പം തന്നെ സ്റ്റാഫ് ഓർഗനൈസേഷൻ കൂടി വരുന്നു. അതായത് ലൈനിലെ അതോറിറ്റിയോടൊപ്പം തന്നെ സ്റ്റാഫിന്റെ സ്പെഷ്യലൈസേഷൻ കൂടി വരുന്നു. രണ്ടും കൂടി വരുമ്പോൾ എക്സ്പെർട്ട് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തേർഡ്, ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് പ്രൊവൈഡ് എക്സ്പെർട്ട് അഡ്വൈസ് ടു ദി മാനേജ്മെന്റ് ഓൺ വൈഡ് റേഞ്ചിങ് മാറ്റേഴ്സ്. ഓരോ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിനും, അതായത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റിന് അയാളുടെ ഏരിയയുമായിട്ട് എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും. അതേപോലെ HR സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട എക്സ്പെർട്ട് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും. സോ ഓരോ റീജിയണിലും വേണ്ടി സ്പെഷ്യലിസ്റ്റ് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലേക്ക് ഓരോ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റും മാറും. ആൻഡ് ഫൈനലി ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ പ്ലേസ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് ലീഡ്സ് ടു മോർ സ്കിൽ ഡെവലപ്മെന്റ്. ഓരോ ഇൻഡിവിജ്വലിനെ റൈറ്റ് പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നു, അതുവഴി ബെറ്റർ ഡെവലപ്മെന്റ് പോസിബിൾ ആവുന്നു. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് കമ്പൈൻ ചെയ്യുന്നത് വഴി, ലൈനും സ്റ്റാഫും കമ്പൈൻ ചെയ്യുന്നത് വഴി സ്പെഷ്യലിസ്റ്റിനെ ലൈൻ ഓർഗനൈസേഷനിലേക്ക് കിട്ടുവാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ്, ബെറ്റർ നോളജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. തേർഡ്, എക്സ്പെർട്ട് അഡ്വൈസ് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഓരോ ഏരിയയിലും സ്പെഷ്യലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഓരോന്നിനും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പെർട്ട് അഡ്വൈസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ബെറ്റർ പ്ലേസ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് പേഴ്സണൽ, ഹ്യൂമൻ റിസോഴ്സിന്റെ ബെറ്റർ യൂട്ടിലൈസേഷനും ഇത് ഹെൽപ്ഫുൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ, ദി ലൈൻ ആൻഡ് സ്റ്റാഫ് റിലേഷൻഷിപ്പ് ഓഫൻ ലെഡ് ടു മെനി ഫ്രിക്ഷൻസ് ആൻഡ് ജലസീസ്. പരസ്പരം ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് കൂടുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ഇവർ പലരും ഒരേ രീതിയിലുള്ള ഓഫീസേഴ്സ് ആണ്, ഒരേ ലെവലിലുള്ള ഓഫീസേഴ്സ് ആണ്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ക്ലാഷ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, which leads to conflict. Next, line managers may depend too much on staff experts. ലൈൻ മാനേജേഴ്സിന് കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ വേണ്ടി സ്റ്റാഫിന്റെ സപ്പോർട്ട് ചോദിക്കണമെങ്കിൽ that leads to ambiguity. ഒരു ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ല. ലൈൻ മാനേജേഴ്സ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. അവരുടെ ഓൺ ജഡ്ജ്മെന്റും അവരുടെ ഓൺ ഇനീഷ്യേറ്റീവ്സും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി, ദി സ്റ്റാഫ് എക്സ്പെർട്ട് മേ റിമെയിൻ ഇൻഎഫക്റ്റീവ് ബിക്കോസ് ദേ ഡു നോട്ട് ഗെറ്റ് ദി അതോറിറ്റി ടു ഇംപ്ലിമെന്റ് ദ റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയും സ്റ്റാഫിന് കിട്ടാത്തത് കൊണ്ട്. അതായത് സ്റ്റാഫ് എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ദേ ക്യാൻ റെക്കമെൻഡ് ഓൺലി. ഓരോ ഡിപ്പാർട്ട്മെന്റിനോട് റെക്കമെൻഡ് ചെയ്യാനേ സാധിക്കൂ. തീരുമാനം എടുക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ ലൈൻ ഓഫീസറാണ്. സോ ദാറ്റ് ഇവരുടെ റെക്കമെൻഡേഷൻ മാത്രമാണ് വരുന്നത്. ദേ വിൽ നോട്ട് ഹാവ് എനി അതോറിറ്റി ടു ഇംപ്ലിമെന്റ് ദീസ് റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇൻഎഫക്റ്റീവായി മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. കോൺഫ്ലിക്ട്സ് നോട്ട് റെലവൻറ്റ്. എവിടെ നമുക്കിത് യൂസ് ചെയ്യാം? സ്യൂട്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫോളോഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആർ required. Often it offers ample opportunities and specialization. So specialization ആവശ്യമുള്ള ലാർജ് ഓർഗനൈസേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ we can use line and staff organization. Okay, so any doubts? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്ട്രക്ചർ ആലോചിച്ച് നോക്കുക. ലൈൻ ഓർഗനൈസേഷൻ്റെ ഒപ്പം, അതായത് അതോറിറ്റി ഫ്ലോയുടെ ഒപ്പം സ്റ്റാഫിനെ കൂടി ഉൾപ്പെടുത്തുന്നു. സ്റ്റാഫും കൂടി വരുമ്പോൾ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ആണ്. അതോറിറ്റിയോടൊപ്പം, പവറിന്റെ ഒപ്പം സ്പെഷ്യലിസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ സാധിക്കും. അതേപോലെ റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുള്ളതൊക്കെയാണ് അഡ്വാൻറ്റേജ്. പക്ഷേ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. എനി ഡൗട്ട്സ്? ഒരു ഡൗട്ടും ഇല്ല.
Okay. Next type, matrix organization structure. Matrix organization structure is essentially a violation of unity of command. Unity of command എന്ന് പറയുന്ന പ്രോസസ്സിന് എഗെയിൻസ്റ്റ് ആണ്. ബിക്കോസ് യൂണിറ്റി ഓഫ് കമാൻഡോട് ഉദ്ദേശിക്കുന്നത് വൺ ജൂനിയർ ആണെങ്കിൽ വൺ സുപ്പീരിയറേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആക്ച്വലി മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്. എല്ലായിടത്തേക്കും ഒരു കണക്ഷൻ വരുന്നു. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. Matrix structure is a realization of two-dimensional structure which emanates directly from two dimensions of authority. Authorityയുടെ രണ്ട് ഡയറക്ഷൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. I'll show you that. See, ഇതാണ് ഒരു മെട്രിക്സ് ഓർഗനൈസേഷന്റെ എക്സാമ്പിൾ. നോക്കുകയാണെങ്കിൽ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് പേഴ്സണൽ. അതിനുശേഷം there is a project. Okay, so ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ he will be responsible for project A as well as his production function. Okay, രണ്ട് ഡയമെൻഷൻസ് ആണ്. ഇവിടെ ഒരു ലൈൻ അതോറിറ്റി നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് എ ലൈൻ അതോറിറ്റി. ഓക്കെ, ഈ ലൈൻ അതോറിറ്റി കാണാൻ സാധിക്കും. അത് കൂടാതെ there will be a project authority. ഇതാണ് പ്രൊജക്ട് അതോറിറ്റി. ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സെപ്പറേറ്റ് ഒരു പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിനകത്തു കൂടി ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പ്രൊജക്ട് ഹെഡ് ഉണ്ടാവും. ദാറ്റ്സ് വൈ ഹി വിൽ ബി റെസ്പോൺസിബിൾ ടു ദാറ്റ് പേഴ്സൺ ആസ് വെൽ. ആ പറയുന്ന ഒരു പ്രൊജക്ട് ഹെഡിനോടും ഇദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ, ഒരു 5 പ്രൊജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, 5 ഹെഡ്സ് ആയി. ദെൻ അത് കൂടാതെ പ്രൊഡക്ഷന് മറ്റൊരു ഹെഡ്. സോ 6 ഡിഫറെന്റ് ഹെഡ്സിനോട് റിപ്പോർട്ട് ചെയ്യണം. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർക്കുക, there will be a line organizational structure പ്ലസ് ഒരു പാരലൽ പ്രോജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ അത് ലൈൻ പ്ലസ് പ്രോജക്റ്റ് ഇസ് ഈക്വൽ ടു മെട്രിക്സ്. ഓക്കെ, മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് ഓപ്പറേഷണൽ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം കിട്ടുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു പ്രോപ്പർ ലൈനിൽ ഫോളോ ചെയ്യേണ്ട അഡീഷണൽ ഫങ്ഷൻസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ലൈനിലേക്ക് ഇൻജക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷണൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇറ്റ് ഫോക്കസ് ഓൺ എൻഡ് റിസൾട്ട്സ്. ബേസിക്കലി അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പ്രോജക്റ്റ് എയുടെ എൻഡ് റിസൾട്ട്, പ്രോജക്റ്റ് എ എന്ന് പറയുന്നതാണ് എൻഡ് റിസൾട്ട്, അല്ലെങ്കിൽ പ്രോജക്റ്റ് ബി. അങ്ങനെ ഓരോ പർപ്പസിനും വേണ്ടി ഓരോ പർപ്പസും ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദി കോൺസെൻട്രേഷൻ ഈസ് ഓൺ റിസൾട്ട്സ്. എൻഡ് റിസൾട്ട്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പർപ്പസ്. മൂന്നാമതായിട്ട് മെയിൻ്റനൻസ് ഓഫ് പ്രൊഫഷണൽ ഐഡന്റിറ്റി. പറയുന്ന പാർട്ടീസിന് അവരവരുടേതായ പ്രൊഫഷണൽ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് സുപ്പീരിയർ വരുമ്പോഴും അതേപോലെ സെപ്പറേറ്റ് ഫങ്ഷൻസ് വരുമ്പോഴും ഈ ഓരോ ഇൻഡിവിജ്വലും റെലവൻ്റ് ആണ്. അവരുടെ റെലവൻസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് ഫൈനലി ഇറ്റ് ഹോൾഡ്സ് ആൻ എംപ്ലോയി റെസ്പോൺസിബിൾ ഫോർ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്. ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒന്നല്ല. ഹി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ മെനി ആസ്പെക്ട്സ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് റെസ്പോൺസിബിലിറ്റി കിട്ടുന്നത് കൊണ്ട് അയാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കും. Let me repeat. It holds the employee responsible for management of resources. ഈ ഇൻഡിവിജ്വലിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാ ഏരിയയും എത്രമാത്രമാണെന്ന് കൃത്യമായിട്ട് അറിയണം. ബിക്കോസ് ഓരോ ലൈൻ ഓഫീസേഴ്സും വരുന്നുണ്ട്, അതേപോലെ പ്രൊജക്ട് ഓഫീസറും വരുന്നുണ്ട്. ഇവരെല്ലാവരും ചോദിക്കുമ്പോൾ എവിടെയൊക്കെയാണോ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതിനെല്ലാം ഉത്തരം പറയാൻ ഒബ്ലിഗേറ്ററി ആണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഡ്യൂട്ടി അനുസരിച്ചുകൊണ്ട് ആക്ട് ചെയ്യേണ്ടി വരും. ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് കോൾസ് ഫോർ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് കോർഡിനേഷൻ. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും എംപ്ലോയീസിന്റെ മുമ്പിൽ. ഒന്നിൽ കൂടുതൽ സീനിയേഴ്സ് വരുവാണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ കോർഡിനേഷൻ എസെൻഷ്യൽ ആയിട്ട് വരും. Then it violates unity of command, as I said. Then difficult to define authority and responsibility. Because ഒന്നിൽ കൂടുതൽ സുപ്പീരിയർ വരുമ്പോൾ ആരാണ് ഏത് ഏരിയക്കാണ് അതോറിറ്റി വരുന്നത്
എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഇന്ന ഏരിയയിൽ എനിക്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുക പോസിബിൾ അല്ല. അതും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് എംപ്ലോയി മേ നോട്ട് ബി മേ ബി ഡീമോട്ടിവേറ്റഡ്. ഇതൊക്കെ കൊണ്ട് തന്നെ, അതായത് ഒന്നിൽ കൂടുതൽ ബോസ് വരുന്നു, ഓരോരുത്തരും ഓരോ ദിവസം ഓരോ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നു, കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കാൻ ഡിഫിക്കൽട്ട് വരും. അതൊക്കെ കൊണ്ട് എംപ്ലോയി ഡീമോട്ടിവേറ്റഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വേർ ദർ ഈസ് പ്രഷർ ഫോർ ഡ്യുവൽ ഫോക്കസ്. ഒന്നിൽ കൂടുതൽ ഏരിയയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഓർഗനൈസേഷൻസിൽ മാത്രമായിരിക്കും മെട്രിക്സ് ഓർഗനൈസേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. പ്രഷർ ഫോർ ഹൈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, പ്രഷർ ഫോർ ഷെഡ് റിസോഴ്സസ് കുറവാണ്, ഹൈ ഇൻഫർമേഷൻ ഷെയറിംഗ് വേണം. അങ്ങനെയൊക്കെയുള്ള ഒന്നിൽ കൂടുതൽ ടാസ്കുകളിൽ ഒരേ സമയം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഓർഗനൈസേഷൻസിലാണ് മെട്രിക്സ് ടൈപ്പ് പോസിബിൾ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എയറോസ്പേസ്, കെമിക്കൽസ്, ബാങ്കിങ്, ബ്രോക്കറേജ്, അഡ്വർടൈസിങ് പോലുള്ള കാര്യങ്ങളിൽ പല ഏരിയയിലും അറ്റ് ദി സെയിം ടൈം കോൺസെൻട്രേഷൻ വരണം. അങ്ങനെയുള്ള ആസ്പെക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ. നെക്സ്റ്റ് ടൈപ്പ് ഈസ് കമ്മിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കമ്മിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ a committee does not represent a separate form of organization like line or staff or function. അതേപോലെ ഒരു ഡിഫറെൻറ്റ് ഫോം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ലൈൻ, മേ ബി ഇൻ ദി ഫോം ഓഫ് സ്റ്റാഫ്, ഓർ ഇറ്റ് മേ ബി ഇൻ ദി ഫോം ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. Then a committee may be defined as a group of people performing some aspect of managerial function. മാനേജീരിയൽ ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനെയാണ് കമ്മിറ്റി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്പെസിഫിക്കലി ഡിസിഗ്നേറ്റഡ് ടു പെർഫോം സം അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ചില അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാൻ വേണ്ടി, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതായത് ലൈനാണോ സ്റ്റാഫാണോ ഫങ്ഷനിലാണോ അങ്ങനെ ഒരു കൃത്യമായുള്ള സ്ട്രക്ചർ ഇല്ല, പകരം ഒരു പർട്ടിക്കുലർ ടാസ്ക് ആണ് ഇവർ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കമ്മിറ്റി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം കമ്മിറ്റി ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ബോർഡ് ഓഫ് ഡയറക്ടർ, ജനറൽ മാനേജർ, അദ്ദേഹത്തിന്റെ താഴെ വരുന്ന മാർക്കറ്റിംഗ് ആൻഡ് ഡിഫറെന്റ് ഹെഡ്സ്. ഇതൊരു ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. വേറസ് ഈ ലൈനിന് പുറത്തായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിനാൻസ് കമ്മിറ്റി, ഇവരുടെ പവർ എന്താണെന്നോ ഇവർ ബാക്കിയുള്ള റിലേഷൻസോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഈ ഫിനാൻസ് കമ്മിറ്റി വിൽ ബി റെസ്പോൺസിബിൾ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ഓരോരുത്തരുടെയും കൃത്യമായിട്ടുള്ള ഹൂ ഈസ് എബോ ഹൂം അങ്ങനെ ഒരു പൊസിഷൻ ഒന്നുമില്ല, അതെങ്ങനെ വേണമെങ്കിലും ആകാം. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അസൈൻഡ് വിത്ത് എ പർട്ടിക്കുലർ ടാസ്ക്. ഫിനാൻസ് കമ്മിറ്റി ആണെങ്കിൽ ഫിനാൻസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയുള്ള പർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, പർച്ചേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പർച്ചേസ് കമ്മിറ്റി. അങ്ങനെയുള്ള ഓരോ കമ്മിറ്റിക്കും അവരവരുടേതായ ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ തീരുമാനങ്ങൾ എടുക്കുക, അല്ലാതെ ഇതൊരു ടോപ്പ് ടു ബോട്ടം ലെവൽ ഓഫ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ, ദാറ്റ്സ് ഓൾ. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനെയാണ് കമ്മിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. There are different types of committees like formal and informal committee, executive committee, advisory committee, standing committee and line committee. ഇത് പല തരത്തിലുള്ള കമ്മിറ്റീസിന് എക്സാമ്പിൾ ആണ്. ഫോർമൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലൈൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നോൺ ഒഫീഷ്യൽ ആണ്. ദെൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. അഡ്വൈസറി കമ്മിറ്റി ടു റെക്കമെൻഡ് സം സജഷൻസ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദെയർ. ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്ന പോലെ പാർലമെന്റിൽ അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യും. വൺ ടൈം പർപ്പസിന് വേണ്ടിയല്ല, എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മിറ്റീസിനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. there is something else called ad hoc committee. ad hoc എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ആ പർട്ടിക്കുലർ പർപ്പസ് തീർന്നു കഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുകൊണ്ടി വരും. അത്തരത്തിലുള്ള കമ്മിറ്റീസിനെയാണ് ad hoc കമ്മിറ്റീസ് എന്ന് പറയുന്നത്. Then line committee, there will be a division of power. ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ ഒരു ലൈൻ അതോറിറ്റി ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മിറ്റി. എന്നാലും ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല കമ്മിറ്റി ആയതുകൊണ്ട്. അത്തരത്തിലുള്ള ഫ്ലോയാണ് ലൈൻ കമ്മിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ
കമ്മിറ്റി ഫോമിൻ്റെ മെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ പൂളിംഗ് ഓഫ് നോളജ്, ബിക്കോസ് ഇവിടെ ഒരു ഇൻഡിവിജ്വൽ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ദാറ്റ്സ് വൈ എല്ലാവരുടെ കോൺട്രിബ്യൂഷനും എടുത്തുകൊണ്ട് ഒരു നോളജ് പൂളിംഗ്, നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എഫക്റ്റീവ് കോർഡിനേഷൻ ഈസ് അവൈലബിൾ. അവർക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എക്സ്റ്റേണൽ പാർട്ടീസിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ബെറ്റർ കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും, ബിക്കോസ് അവർ ഡിസിഷൻസ് എടുക്കുന്നത് പാനലായിട്ടാണ്. ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ 6-7 മെമ്പേഴ്സ് വരുന്നു, ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി മോട്ടിവേഷൻ ത്രൂ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. കമ്മിറ്റിയിലേക്ക് ഓരോ എംപ്ലോയീസിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, ഇന്ന കമ്മിറ്റിയുടെ മെമ്പറായിട്ട് ഒരു എംപ്ലോയി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ്. ആൻഡ് ഫൈനലി ഡിമെറിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആണ്, എക്സ്പെൻസീവ് ആണ്, ദെൻ ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ സീക്രസി. കമ്മിറ്റീസ് എടുക്കുന്ന തീരുമാനങ്ങൾ ആ കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സും അറിയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഫൈനലി കോംപ്രമൈസ്. നോർമലി കമ്മിറ്റിയുടെ തീരുമാനങ്ങളെല്ലാം മാനേജ്മെന്റ് തീരുമാനങ്ങളോടുള്ള ഒരു കോംപ്രമൈസ് ആയിട്ട് മാറിയെന്നിരിക്കും. ഓക്കെ, ബിക്കോസ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ട് ഏറ്റവും നല്ല തീരുമാനത്തിൽ ദർ വിൽ ബി ഡിഫറെൻറ്റ് വ്യൂസ്. എല്ലാവരുടെയും വ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു ആവറേജ് ഡിസിഷൻ ആയിരിക്കും, ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദീസ് ആർ ദി merits and demerits of committee form of organization. The next type is a boundaryless organization structure. Boundaryless. Actually, നിലവിലുള്ള ട്രഡീഷണൽ ഓർഗനൈസേഷൻസിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു മോഡേൺ ടെക്നിക്കാണ് ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there are different layers in the organization. ആ ലേയേഴ്സ് ഒക്കെ എടുത്തു കളയാം. അതായത് ഇന്ന ആൾ ഇന്ന പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ളൊരു ഫ്ലോ വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് സീ. ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് ക്യാൻ അവോയ്ഡ് ഓൾ ബാരിയേഴ്സ്. ഒരു തടസ്സങ്ങളുമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദെൻ boundaryless organization allows free flow of ideas, information, resources throughout the organization into others. ഓർഗനൈസേഷനിലെ എല്ലാ പാർട്ടീസും പരസ്പരം ഷെയർ ചെയ്യുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, റിസോഴ്സ് ഷെയറിംഗ് നടക്കുന്നു, അതേപോലെ ഐഡിയ ഷെയറിംഗ് നടക്കുന്നു. ദെൻ the name indicates a boundaryless organization eliminates internal boundaries among subsystems and external boundaries with external environment. കമ്പനിക്ക് അകത്ത് യാതൊരു ബൗണ്ടറിയും ഇല്ല, എല്ലാവരും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആയിട്ടും ഫ്രീ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ദാറ്റ് മീൻസ് കസ്റ്റമേഴ്സ് ആയിട്ടും ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ബൗണ്ടറിലെസ് ഓർഗനൈസേഷന്റെ സ്പെഷ്യാലിറ്റി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടീം ആൻഡ് നെറ്റ്വർക്ക് സ്ട്രക്ചേഴ്സ് വിത്ത് ദി അഡീഷൻ ഓഫ് ടെമ്പററിനെസ്. സോ ഒരു ടീം എന്ന് പറയുന്ന സ്ട്രക്ചർ വരുന്നുണ്ട്. ടീം പ്ലസ് കണക്ടിവിറ്റി പ്ലസ് സപ്പോർട്ട്. ഇതാണ് ആക്ച്വലി ബൗണ്ടർലെസ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീം ക്രിയേറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ നെറ്റ്വർക്കിംഗ് ഉണ്ടായിരിക്കും, പ്ലസ് ദർ വിൽ ബി ടെമ്പററിനെസ്. മീൻസ് എപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക, താൽക്കാലികമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് പോകുന്ന ഒരു സിസ്റ്റം. ദെൻ ദ കീ ഫീച്ചർ ഓഫ് ബൗണ്ടർലെസ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് നോളജ് ഷെയറിംഗ്, absence of hierarchy and bureaucracy. ഓർക്കുക, ഫസ്റ്റ് തിങ് ഈസ് നോളജ് ഷെയറിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറോ ബ്യൂറോക്രസിയോ ഉണ്ടായിരിക്കില്ല. എല്ലാവരും ഈക്വൽസ് ആണ് എന്നുള്ളൊരു സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഓർഗനൈസേഷനകത്ത് വരുന്ന എല്ലാ പാർട്ടികൾക്കും ഫ്രീ ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പരസ്പരം ഐഡിയ ഷെയർ ചെയ്യാം, ഡിസിഷനും റിസോഴ്സസും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി, quality, timeliness, increase in speed and flexibility are the benefits of boundaryless organization. Because ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെ വ്യൂവും പെർസെപ്ഷനും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു വേദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ലീഡ്സ് ടു ക്രിയേറ്റിവിറ്റി. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ബിക്കോസ് ഡിസിഷൻ എടുക്കുന്ന ഒരാളല്ല, ആർക്ക് വേണമെങ്കിലും ഡിസിഷൻ എടുക്കാം. അതേപോലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സാധിക്കും.
These are the advantages of boundaryless organization structure. Then team organization structure. Team organization കൊണ്ട് ഉദ്ദേശിക്കുന്നത് a structure in which entire organization is made up of work groups or teams or known as a team structure. ഓർഗനൈസേഷനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് വർക്ക് ഗ്രൂപ്പ്സ് ആയിട്ടാണ്, ഡിപ്പാർട്ട്മെന്റ് ആയിട്ടല്ല. അതായത് ചെറിയ 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 ടീമുകളായിട്ട് വർക്ക് ചെയ്യുന്നു. ടീമുകൾക്കുള്ളിൽ കാര്യങ്ങൾ തീരുമാനിക്കാം. അവിടെ TL ഉണ്ടാവും, TL അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതുവഴി കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനാണ് ടീം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ടീം സ്ട്രക്ചേഴ്സ് ആർ ബോത്ത് പെർമനന്റ് ആൻഡ് ടെമ്പററി നേച്ചർ ഇൻ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. ദർ വിൽ ബി പെർമനന്റ് ടീം ആസ് വെൽ ആസ് ടെമ്പററി ടീം. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ടെമ്പററി ആയിട്ടും, കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് നേച്ചറിലുള്ളതാണെങ്കിൽ പെർമനന്റ് ടീം ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. വി റിപ്പോർട്ട് ടു ഈച്ച് അതർ ഈസ് ദി ബേസിക് ഫീച്ചർ. ഓരോ ഇൻഡിവിജ്വലും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ടീം സ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ ഫീച്ചർ. ബിക്കോസ് അവർ ആക്ട് ചെയ്യുന്ന ഒരു ടീമായിട്ടാണ്. ഓരോരുത്തരുടെ ആക്ടിവിറ്റിയും മറ്റുള്ളവരും അറിഞ്ഞിരിക്കണം. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ബൗണ്ടർലെസ് ഓർഗനൈസേഷൻ ഇൻ ബോർഡർലെസ് വേൾഡ്. ഇതിന്റെ ടീം സ്ട്രക്ചറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബൗണ്ടർലെസ് ഓർഗനൈസേഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം ടീം സ്ട്രക്ചർ. അത് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബൗണ്ടർലെസ് ഓർഗനൈസേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് പിരമിഡ് ഓർഗനൈസേഷൻ. ഇൻവെർട്ടഡ് പിരമിഡ് ആണെങ്കിൽ ദിസ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ട്രഡീഷണൽ ചെയിൻ ഓഫ് കമാൻഡ്. ചെയിൻ ഓഫ് കമാൻഡിന്റെ ഒരു ഡിഫറെന്റ് ഫോം. ഓക്കെ, ഇൻ ദിസ് സ്ട്രക്ചർ which is narrow at the top and wide at the base. Okay, actually നമ്മൾ ലൈൻ അതോറിറ്റിയും സ്കാലാർ ചെയിനും നോക്കിയപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ നാരോയും ബോട്ടത്തിൽ എത്തുമ്പോൾ വൈഡും ആവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഏറ്റവും ലോവർ ലെവലിലേക്ക് വരുന്ന ഇൻഡിവിജ്വൽസിന് കൂടുതൽ ആളുകൾ നമ്പർ കൂടുന്നതുകൊണ്ട് വൈഡ് ആവുന്നു. ഫോർ ഇൻസ്റ്റൻസ് സെയിൽസ് പീപ്പിൾ ആൻഡ് സെയിൽസ് സപ്പോർട്ട് സ്റ്റാഫ് സിറ്റ് ഓൺ ദി ടോപ്പ് ആസ് ദി കീ ഡിസിഷൻ മേക്കേഴ്സ് ഓഫ് all the issues related to sales and dealing with customer. So inverted chain വന്നു കഴിഞ്ഞാൽ, ഇൻവെർട്ടഡ് പിരമിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓർക്കേണ്ടത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ളവർ. ഈ കസ്റ്റമേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നത് സെയിൽസ് സ്റ്റാഫാണ്. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള മാക്സിമം എംപ്ലോയീസ് എന്ന് പറയുന്നത് ഈ ലെവലിൽ വരുന്നവരായിരിക്കും. ഇവരാണ് കൂടുതൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അവരാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. ഇവര് ഡേ ബൈ ഡേ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും കമ്പനിയുടെ റിസൾട്ടിലേക്ക് നയിക്കുന്നത്. സോ ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് സ്റ്റാഫ് അവരുടെ തൊട്ട് താഴെ, അതിന്റെ താഴെ വരുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് സീനിയർ ലെവൽ മാനേജ്മെന്റ് ഏറ്റവും താഴെ വരുന്നു. ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് ഇൻവെർട്ടഡ് പിരമിഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. കസ്റ്റമേഴ്സിനെ ഏറ്റവും ടോപ്പിൽ നിർത്തിക്കൊണ്ട് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫ് പോലുള്ള ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾ ഏറ്റവും ടോപ്പിൽ വരുന്നു. ഓക്കെ, ഇവരായിരിക്കും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നത്. ദെൻ അവരെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന് സപ്പോർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ലെവൽ അവരാണ് സപ്പോർട്ട് സ്റ്റാഫ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് മിഡിൽ ലെവൽ. ദെൻ മിഡിൽ ലെവലിന്റെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സീനിയർ മാനേജ്മെന്റ്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് ഇൻവെർട്ടഡ് പിരമിഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയൂ. ഏതെങ്കിലും ടൈപ്പ് ഇനിയും ഡിസ്കസ് ചെയ്യണമെങ്കിൽ പറയാം. Okay, moving on. Doubts ഒന്നുമില്ല. Okay, moving on. Next is virtual organization structure. It facilitates competitiveness in the global market. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻസി വരാൻ വേണ്ടി റിയാലിറ്റിയിൽ ഇല്ലാത്തതിനേക്കാൾ വിർച്വലി ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഐഡിയയാണ് വിർച്വൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അലയൻസ് ഓർ പാർട്ണർഷിപ്പ് വിത്ത് അതർ ഓർഗനൈസേഷൻ. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഓർഗനൈസേഷനും പുറത്തുള്ള ഒരു ഓർഗനൈസേഷനും തമ്മിലുള്ള ടീം അല്ലെങ്കിൽ ഒരു അലയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്. ഇത് പ്രകാരം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു വിർച്വൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വിർച്വലി ഇവർ രണ്ടുപേരും ഒന്നാണ് എന്നുള്ള രീതിയിലായിരിക്കും വർക്കിംഗ് നടക്കുക. ദെൻ ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ റിമൂവ്സ് ഓൾ ട്രഡീഷണൽ ബൗണ്ടറീസ്. മുമ്പത്തെ നമ്മൾ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഇത്തരത്തിലുള്ള വിർച്വൽ ഓർഗനൈസേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ടെമ്പററി നെറ്റ്വർക്ക് ഓഫ് കമ്പനീസ്
that came together to exploit fast changing opportunities. താൽക്കാലികമായിട്ടുള്ള കമ്പനീസിൻ്റെ ഗ്രൂപ്പിംഗ്. അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഗെയിൻ ചെയ്യാം എന്നുള്ള അജണ്ടയോടുകൂടി താൽക്കാലികമായിട്ട് കമ്പനീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിലുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ വിർച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. റിയലി ഇത് ഡിഫറെൻറ്റ് കമ്പനീസ് ആണ്. ഈവൻ ദോ അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കമ്പനീസും ഒരേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മേ ബി ഒരു ജോയിൻറ്റ് വെഞ്ചർ ആകാം. അത്തരത്തിലുള്ള രണ്ട് കമ്പനിയോ രണ്ടിലധികം കമ്പനികളോ ഒരുമിച്ച് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് വിർച്വൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഇറ്റ് റിക്വയർസ് IT പ്ലാറ്റ്ഫോം ബിക്കോസ് ഓപ്പറേഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നത് മീൻസ് അവരുടെ എഗ്രിമെൻസും അതേപോലെ പ്ലാറ്റ്ഫോമും ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും, രണ്ടും കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ്സ് വൈ IT പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു എലിമിനേറ്റ് ഓർ അവോയ്ഡ് ഓൾ ബൗണ്ടറീസ് ഇൻ ദി ഓർഗനൈസേഷൻ ബിസിനസ് വേൾഡ്. ബിസിനസ് പർപ്പസിനുള്ള എല്ലാ ബൗണ്ടറീസും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വിർച്വൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി എ ജോയിൻറ്റ് വെഞ്ചർ, ഒന്നിലധികം കമ്പനികൾ ഒരുമിച്ച് നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് അലയൻസ്. അത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് വഴി കമ്പനികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരുന്നു. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഒന്നിലധികം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് IT ബേസ്ഡ് ആയിരിക്കും. ആൻഡ് ഇവിടെ സ്ട്രക്ചർ വിർച്വൽ ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ ഒരു വിർച്വൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. The next type is cellular organizational structure. സെല്ലുലാർ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീം ബേസ്ഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ്. സോ ഓർഗനൈസേഷൻ സ്ട്രക്ചേർഡ് അറൌണ്ട് യൂണിറ്റ്സ് ഓർ സെൽസ് ദാറ്റ് കംപ്ലീറ്റ് ദി എൻറ്റയർ അസംബ്ലി പ്രോസസ് ഇസ് കോൾഡ് സെല്ലുലാർ ഓർഗനൈസേഷൻ. കമ്പനിയുടെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ, അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ ആയാലും അസംബ്ലി ലൈൻ പ്രോസസ്സുകളായാലും ഇതിനെയെല്ലാം ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. ചെറിയ ചെറിയ ഗ്രൂപ്പ്സ്, ചെറിയ ചെറിയ ടീമുകളായിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് cellular organization structure. In cellular organizations, worker manufacture total products or sub-assembles in teams. Every team of workers has a responsibility to improve and maintain the quality of its products and services. So, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോ ചെറിയ ചെറിയ ടീമുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക. ഈ ഓരോ ടീമും ഓരോ സെല്ലാണ്. മേ ബി ഒരു ക്വാളിറ്റി അഷുറൻസ് സെൽ, ആ ഏരിയയിലുള്ള ആ ഒരു വർക്കിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുക എന്നുള്ളത് ആ ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ഈച്ച് ടീം ഈസ് ഫ്രീ ടു റെക്കഗ്നൈസ് ഇറ്റ് സെൽഫ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഓരോ ടീമിനും അവരവരുടെ ഏരിയയിലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് സ്വമേധയാ ഏറ്റെടുത്ത് ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. സെല്ലുലാർ ഓർഗനൈസേഷൻ ഇസ് സിമിലർ ടു ടീം വർക്ക്. ടീം പറഞ്ഞ എന്താണോ അതേ രീതിയിലാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ വരുമ്പോൾ ഓരോ അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ ആണെങ്കിൽ ഓരോ അസംബ്ലിയും ഓരോ ചെറിയ ആക്ടിവിറ്റിയും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രൂപ്പിനും കൊടുക്കുന്നു. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഈ ഗ്രൂപ്പിന് കഴിയും. സോ ഈ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സെൽസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഈ ഓരോ ഗ്രൂപ്പ്സും കളക്ട് ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയുമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയും. നമ്മൾ പറഞ്ഞ ടൈപ്സ് സ്റ്റാർട്ട് ചെയ്തത് ലൈൻ ഓർഗനൈസേഷനിലാണ്. ദെൻ ലൈൻ എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് മാത്രം. അതിനുശേഷം ഫങ്ഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റി പറഞ്ഞു. സ്റ്റാഫ് ബേസ്ഡിലാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ലൈൻ ആൻഡ് സ്റ്റാഫ്, ലൈൻ വെർട്ടിക്കൽ റിലേഷൻഷിപ്പും അതിനൊപ്പം സ്റ്റാഫും കൂടി ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് കൂടി വരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺഫ്ലിക്റ്റ് അല്ല, മെട്രിക്സ് ഓർഗനൈസേഷനെ പറ്റിയാണ്. പിന്നീട് കമ്മിറ്റി ഓർഗനൈസേഷൻ, ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ, ടീം, ഇൻവെർട്ടഡ് പിരമിഡ്, വെർച്വൽ ഓർഗനൈസേഷൻ, സെല്ലുലാർ ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയും. Any doubts? Which is the best organization structure? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓർഗനൈസേഷൻ കമ്പനിക്ക് അനുസരിച്ചാണ്. ഏറ്റവും സിംപ്ലിഫൈഡ് ആണെങ്കിൽ ലൈൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ചെറിയൊരു കമ്പനി ആണെങ്കിൽ
അതായത് വളരെ കുറച്ച് എംപ്ലോയീസേ വരുന്നുള്ളെങ്കിൽ ലൈനാണ് ഏറ്റവും നല്ലത്. സമയം ഡിപ്പാർട്ട്മെന്റൈസേഷൻ വരുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ നല്ലതായിരിക്കും. ഇനി മോഡേൺ കൺസെപ്റ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇൻ മോഡേൺ സിനാരിയോയിലൊക്കെ വരുവാണെങ്കിൽ അവരെ സംബന്ധിച്ച് ബൗണ്ടറിലെസ് ഓർഗനൈസേഷൻ ഏറ്റവും നല്ലതാണ്. ബിക്കോസ് ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും നല്ലതായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ബൗണ്ടറിലെസ്സിലാണ്. ഒരാളും ഒരു സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പേ വരുന്നില്ല, എല്ലാവരും ഈക്വൽ ആണെന്നൊരു കൺസെപ്റ്റ് ബൗണ്ടറിലെസ് ഓർഗനൈസേഷനിൽ വരും. സോ ഇതെല്ലാം അതിൻ്റെതായ ഏരിയയിൽ ബെറ്റർ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? സോ സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ ആദ്യം പറഞ്ഞാണ്. സ്പാൻ ഓഫ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സബോർഡിനേറ്റ് ദാറ്റ് എ മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഒരു മാനേജർക്ക് ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യാവുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ്, ആ നമ്പറിനെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് അതർവൈസ് നോൺ ആസ് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം ഒരു ടേം തന്നെയാണ്. ഓക്കെ, there are two types of span, wide span and narrow span. Wide span means there will be n number of individuals. ഒരു ഇൻഡിവിജ്വൽ സബോർഡിനേറ്റിനെ സുപ്പീരിയർ ഒന്നിൽ നമ്പർ സബോർഡിനേറ്റ്സിന്റെ നമ്പർ കൂടുവാണെങ്കിൽ അതിനെയാണ് വൈഡ് സ്പാൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇൻ ദി പിക്ചർ നിങ്ങളിവിടെ കാണുന്ന പോലെ ഒരു സീനിയർക്ക് ഒരുപാട് സബോർഡിനേറ്റ്സ് വരുന്നു, ഇതാണ് വൈഡ് സ്പാൻ. വെറസ് ഒരു സീനിയർക്ക് വളരെ കുറച്ച് സബോർഡിനേറ്റ്സ് വരുന്നുള്ളെങ്കിൽ അതിനെയാണ് നാരോ സ്പാൻ എന്ന് പറയുന്നത്. ഇത് ബേസിക് കൺസെപ്റ്റ് ആണ്, ഓർക്കാൻ വേണ്ടി മാത്രം. ഫീച്ചേഴ്സ് ഒക്കെ ആവശ്യമില്ല അതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ടൈപ്സ് ഓഫ് മോട്ടിവേഷനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇതിനു വേണ്ടി ഒരു അഡീഷണൽ ലെക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, മോട്ടിവേഷനും ദെൻ HRM നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇറ്റ് വിൽ ടേക്ക് 2 or 3 ലെക്ചേഴ്സ് മോർ. അതിൻ്റെ ആവശ്യം വരും. സോ അഡീഷണലി നമ്മളുടെ എക്സാം ഡിക്ലറേഷൻ വരാത്തതുകൊണ്ട് അഡീഷണൽ ലെക്ചേഴ്സ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എനി ഡൗട്ട്സ് ഓർ എനി ക്ലാരിഫിക്കേഷൻസ് റിക്വയർഡ്? Is there any clarification required? Any doubts? എന്തെങ്കിലും ഉണ്ടോ?